അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. ലോക ചരിത്രത്തിൽ ഏകദേശം 2000 ആണ്ടുകൾ കൊണ്ട് അവനിയുടെ എല്ലാ കോണുകളിലും, അഖില ഭാഷകളിലും, അഖില ജനവിഭാഗങ്ങളിലും അവിരാമം പ്രസംഗിക്കപ്പെടുന്ന ഏക വിഷയമാണ് സുവിശേഷം. 2000 ആണ്ടുകൾക്കിപ്പുറം ലോകത്തിൽ ഉണ്ടായിട്ടുള്ള യാതൊരുവിധ ചിന്താഗതികൾക്കും മാറ്റം കൂടാതെ നിലനിൽപ്പില്ല എന്ന് ചിന്തിപ്പിക്കുവാൻ കാലത്തെയും ലോകത്തെയും പ്രേരിപ്പിച്ച കാലം കണ്ട കരുത്തേറിയ സന്ദേശമാണ് സുവിശേഷം. പാർല മനുഷ്യനെ പരത്തിലേക്ക് നയിക്കുവാൻ പരമദൈവം ആസൂത്രണം ചെയ്ത പവിത്ര പദ്ധതിയുടെ വിശദീകരണമാണ് സുവിശേഷം. ഈ സുവിശേഷമാണ് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. ഞങ്ങളുടെ പ്രസംഗത്തിനും വിശ്വാസത്തിനും ആധാരമായ പവിത്രവാക്യ സംഹിതയായ വിശുദ്ധ ബൈബിളിലെ അലംഘനീയമായിരിക്കുന്ന ഒരു സൂക്തത്തെ ആസ്പദമാക്കി 4 പ്രധാനപ്പെട്ട വസ്തുതകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകം ഈ യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ച സംഘാടകർക്കും ഉപവിഷ്ടരായിരിക്കുന്ന സദസ്സിനും അത്യുന്നതനായ യേശുക്രിസ്തുവിൻ്റെ സമുന്നതമായ നാമത്തിൽ അഭിവാദനങ്ങൾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10-11. ആ വാക്യം നിങ്ങൾ മനസ്സിൽ ഓർക്കുക, ഞാൻ പിന്നെ പറഞ്ഞുകൊള്ളാം. ഇന്നത്തെ പ്രസംഗത്തിൻ്റെ പ്രമേയം ഏകരക്ഷകൻ, ഉപോത്ബലകം, യേശുക്രിസ്തുവിൻ്റെ പ്രഖ്യാപനം. യോഹന്നാൻ 14:6. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുകയില്ല. ഈ പ്രഖ്യാപനത്തിൻ്റെ ഉടമ തീർച്ചയായും ഒരു നിരൂപണത്തിന് വിധേയമാക്കിയാൽ ഒന്നുകിൽ അവിടുന്ന് ലോകം കണ്ട ഏറ്റവും വലിയ അഹങ്കാരിയും ഭ്രാന്തനും ആണ്. ഇല്ല എന്ന് വന്നാൽ ദൈവമാണ്. രണ്ടിനും മധ്യേ ഒത്തുതീർപ്പ് തിരുവട്ടാർ കൃഷ്ണൻകുട്ടിക്കില്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പ്രഖ്യാപനമാണ് ഈ വാക്കുകൾ വായിച്ചു കേട്ടത്. വ്യക്തമായി ബൈബിൾ എന്നല്ല, ലോകത്തിലെ മതങ്ങൾ തന്നെ പറയുന്ന അതിപ്രധാനമായ വസ്തുതകളാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. 1, ഈശ്വരൻ എല്ലാവർക്കും ഒരുവൻ മാത്രം. ബൈബിളിൽ തീമോത്തേസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ സൂക്തം, ദൈവം ഒരുവനല്ലോ. തുടർന്ന് ബൈബിളിൻ്റെ എല്ലാ പേജുകളിലും വായിക്കാവുന്നതാണ്. ഈശ്വരൻ ഏകനാകുന്നു. അഖില ലോക ജനകോടികൾക്ക് ഈശ്വരൻ ഒരുവൻ മാത്രമാകുന്നു. ഈ കാണപ്പെടുന്ന ചരാചര നിബദ്ധമായിരിക്കുന്ന പ്രപഞ്ചത്തിന് ജന്മം കൊടുത്ത അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവം ഏകൻ മാത്രമാകുന്നു. ആ ദൈവത്തെക്കുറിച്ച് ബൈബിൾ പ്രഖ്യാപിക്കുന്നത് സഗുണം, സനാതനം. ഈ ദൈവത്തിന് മനുഷ്യവർഗത്തെ സ്നേഹിക്കുവാൻ കഴിയത്തക്ക സഗുണ സമനോഭാവം ഉള്ളവനാണ്. ഈശ്വരൻ ഏകനാകുന്നു. വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അധികം പറയുന്നില്ല. ഒരു കാലഘട്ടത്തിൽ ലോകത്തിൽ ഏകദൈവ വിശ്വാസം വളരെ പ്രചാരമാർന്നിരുന്നു എങ്കിലും കാലത്തിൻ്റെ മുന്നേറ്റത്തിൽ ബഹുദൈവ വിശ്വാസം വളരെയേറെ വളർന്ന് വലുതാകുകയുണ്ടായി. അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും വളരെയേറെ ശക്തമായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ പ്രാചീന സംസ്കാരത്തിലെ കളിത്തൊട്ടിൽ എന്ന അപരനാമത്തിൽ വഹിക്കപ്പെടുന്ന നൈൽ നദീ തടങ്ങൾ വളർന്നു വലുതായ സംസ്കാരങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് അന്ന് അവിടെ അംഗീകരിക്കപ്പെട്ട് ആരാധിക്കപ്പെട്ട റാ എന്നും ആമണെന്നും പേരിൽ വ്യവഹരിക്കപ്പെട്ട 2 പ്രധാനപ്പെട്ട ദേവന്മാർ, ഹാഥോർ എന്ന് പറയുന്ന പശുദേവത, അതിനു പുറമെ ധാരാളം ഉപദേവി ദേവന്മാർ, ഇതെല്ലാം നിറഞ്ഞ ആ ഈജിപ്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ തലക്കനം എന്ന പ്രവാചകനായ മോശെ പ്രഖ്യാപിച്ചു, അല്ലയോ ഇസ്രായേലെ കേൾക്ക, നിന്റെ ദൈവം ഏകനാകുന്നു. BC 1450. BC 1375 ആയപ്പോൾ ഈജിപ്ഷ്യൻ ചക്രവർത്തിയായിരുന്ന അമൻഹോട്ടപ് 4-ാമൻ അദ്ദേഹം പ്രഖ്യാപിച്ചു, ഈശ്വരൻ ഏകനാകുന്നു. അവിടുത്തെ നാമം അഠോൺ. അദ്ദേഹം കാലം പിന്നെയും പുരോഗമിച്ചു. BC 750 പേർഷ്യൻ നാടുകളിൽ നിന്നുകൊണ്ട് സ്വരദുഷ്ട മതത്തിൻ്റെ സ്ഥാപകനായ സ്വരദുഷ്ട പ്രഖ്യാപിച്ചു, ഈശ്വരൻ ഏകനാകുന്നു. അഗുരമസ്ത എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറയുകയുണ്ട്, വെളിച്ചത്തിൻ്റെ ദൈവം. കാലം പിന്നെയും പുരോഗമിച്ചു. AD ശതകങ്ങൾ ആരംഭിച്ചപ്പോൾ ക്രൈസ്തവ ലോകത്തിൻ്റെ നാനാ കോണുകളിൽ നിന്നുകൊണ്ട് ലോകത്തോട് ഉച്ചസ്ഥരം ഉദ്ഘോഷിച്ചു. ഈ 20-ാം നൂറ്റാണ്ടിലെ ദാർശനിക ആചാര്യനായ സർവേപ്പള്ളി രാധാകൃഷ്ണൻ പ്രഖ്യാപിച്ചു, ഈശ്വരൻ ഏകനാണ്. ഈ വെളിപ്പാട് ആദ്യമായി ലഭിച്ചത് എബ്രായ ജനതയ്ക്ക്. ഞാൻ ആ ഭാഗം വിടുകയാണ്. എല്ലാവർക്കും ഈശ്വരൻ ഒരുവൻ മാത്രമാകുന്നു. ഇതന്നെയാണ് ഉപനിഷത്തുക്കളും വേദങ്ങളിലും അടിസ്ഥാനപരമായി പറയുന്നത്. ഏകമേവ അദ്വിതീയം. ഏകം ഏവ അദ്വിതീയം എന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്നില്ല, ഏകമേയുള്ളൂ. അത് തന്നെയാണ് ശങ്കരാചാര്യന് ഒടുവിലായി പറഞ്ഞത്. ഇതി എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ഒടുവിൽ പറഞ്ഞ ബ്രഹ്മം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അപ്പോൾ ഈശ്വരൻ എല്ലായിടത്തുമുള്ള എല്ലാവർക്കും ഒരുവൻ മാത്രമാണ്. 2,
ഈ ലോകത്തിൽ കാണുന്ന മാനവ സമൂഹം ഏകമാകുന്നു. ഉപോത്ബലകമായി അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൽ പണ്ഡിതവരേണ്യനായ പൗലൂസ് ആ ഭാഗത്ത് തന്നെ പ്രഖ്യാപനം നടത്തിയത് ഇങ്ങനെയാണ്: ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ ദൈവം ഒരുത്തനിൽ നിന്ന് മനുഷ്യരായി ഒക്കെ ഉളവാക്കി. ഇന്ന് കാണുന്ന ലോകത്തിലെ നീഗ്രോയും വെള്ളക്കാരനും ആര്യനും അസുരനും പുലയാദികളും എല്ലാം തന്നെ ഒരുത്തൻ്റെയും ഒരുത്തിയുടെയും മക്കളാണ് എന്ന് വെച്ചാൽ, ഉള്ളൂർ ഒരു കവിതയിൽ ബൈബിളിലെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് എഴുതി വെച്ചതുപോലെ ഇങ്ങനെയാണ്: ഒരച്ഛനമ്മയ്ക്ക് പിറന്ന മക്കൾ ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാരന. നായുടെ ജാതിയും മതവും വർഗവും വർണ്ണവും ഒക്കെ പറഞ്ഞ് തമ്മിൽ തലയിടുന്നു എങ്കിലും അടിസ്ഥാനപരമായി മനുഷ്യവർഗം ഏകമാകുന്നു. മനുഷ്യവർഗം ഏകമാകുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാൻ വളരെയേറെ ദൂരെ പോകണ്ട. എന്ന് പറഞ്ഞാൽ അതിനുള്ള എത്രയോ ദൃഷ്ടാന്തം നമുക്കുണ്ട്. ദൈവം വിവിധമായ ജാതികളെ ഉണ്ടാക്കിയിട്ടില്ല. ദൈവം മതങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല. മതത്തിന് അതീതനായ, ജാതിക്ക് അതീതനായ, ചരാചര നിബദ്ധനായ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നല്ലാതെ ജാതി വ്യത്യാസം ഉണ്ടാക്കിയിട്ടില്ല. ചാതുർവർണ്ണ്യം മയാസൃഷ്ടമെന്ന് പറയുവാൻ ദൈവത്തിന് സാധ്യമല്ല. മാത്രമല്ല, മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ദൈവം ജാതി വ്യത്യാസമൊക്കെ ഉണ്ടാക്കിയിരുന്നു എങ്കിൽ പറച്ചുപറ്റ പന്തിരുകുലം ഉണ്ടാകുകയില്ല. കാരണം നാം അറിയുന്നത് പോലെ തന്നെ വരരുചി എന്ന് പറയുന്ന ബ്രാഹ്മണന് ചണ്ടാലപ്പെണ്ണിൽ ഒന്നിനു പുറകെ ഒന്നായി 12 കുട്ടികൾ ജനിക്കുകയുണ്ടായി. ദൈവം ജാതി വ്യത്യാസം ഉണ്ടാക്കിയിരുന്നു എങ്കിൽ ലോകപ്രസിദ്ധ ടെന്നീസ് താരമായ ബോറിസ് ബക്കറിന് ഒരു നീഗ്രോ പെണ്ണിൽ ഒന്നിനു പുറകെ ഒന്നായി 3 കുട്ടികൾ ജനിക്കയില്ല. എന്തിന്? ദൈവത്തിന് ജാതിയില്ല, മതമില്ല, വർഗഭേദമില്ല, ഉച്ചനീച തട്ടുകളില്ല. അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവത്തിൻ്റെ മാനവരാജ്യ സൃഷ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാനവജാതി ഏകമാകുന്നു. അതിനപ്പുറം വിശദീകരിക്കാൻ സമയം പോരാ. ഈ ഭാഗവും ഞാൻ വിടുക. കുറിപ്പ് 3: ഈശ്വരൻ മനുഷ്യവർഗത്തിനെല്ലാം ഏകമായതുകൊണ്ട്, മാനവവർഗം ഏകമായതുകൊണ്ട് അവിടുന്ന് ജനകോടികൾക്ക് നൽകിയ സന്ദേശവും ഏകമാകുന്നു. ദൈവത്തെ സംബന്ധിച്ച് ബൈബിളിൻ്റെ പ്രഖ്യാപനം ജീവനുള്ള ദൈവം. ജീവനുള്ള ദൈവം എന്ന് പറയാൻ കാരണം ജീവനില്ലാത്ത ദൈവങ്ങളെ ഉണ്ടാക്കി ആരാധിച്ചവർക്കെതിരെ നടത്തിയ പ്രഖ്യാപനമാണ് ജീവനുള്ള ദൈവം. ആ ജീവനുള്ള ഏക സത്യ ദൈവത്തിൻ്റെ പ്രഖ്യാപനം ഇതാണ്. ആ ദൈവം മനുഷ്യരാശിയോട് സംസാരിക്കുന്നു. അതും പണ്ഡിതവരേണ്യനായ പൗലൂസ്, നിങ്ങൾ അറിയുന്നത് പോലെ തന്നെ തത്വചിന്തയുടെ തറവാടെന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന ഗ്രീസിലെ അഥേന എന്ന പ്രശസ്ത നഗരിയിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചതാണ്. അദ്ദേഹം പറഞ്ഞു, എല്ലായിടത്തുമുള്ള എല്ലാവരോടും ദൈവം സംസാരിക്കുന്നു. പ്രവൃത്തിയുടെ പുസ്തകം 17:30. അപ്പോൾ ദൈവം സംസാരിക്കാത്ത ഒരു കാലവും ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. എല്ലാ കാലത്തും ദൈവം സംസാരിച്ചിട്ടുണ്ട്. ദൈവം പണ്ട് സംസാരിച്ചു പ്രവാചകന്മാർ മുഖാന്തിരം. ദൈവം പിന്നെയും സംസാരിച്ചു അനേകം പ്രവാചകന്മാർ മുഖാന്തിരം. അങ്ങനെ ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുദ്രം ലോകത്തോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. അന്ന് ലോകത്തിലെ ദൈവം മനുഷ്യവർഗത്തോട് സംസാരിച്ച ദൈവം അന്നും സംസാരിച്ചതല്ല, പിന്നെയും സംസാരിക്കുകയുണ്ടായി. അങ്ങനെ ലോകത്തിലുള്ള ജനകോടികളോട് ഈശ്വരൻ നൽകിയ ആശയഗതികളുടെ സംഭാവന അത് ക്രോഡീകരിച്ചതാണ് നാം ഇന്നറിയപ്പെടുന്ന ബൈബിളും അതുപോലെ മഹത്തായ ആശയങ്ങളടങ്ങിയ അനേക ഗ്രന്ഥങ്ങളും. പക്ഷേ ഇന്ന് സത്യസങ്കല്പ സാഗര സമാനം കിടക്കുന്ന ഈ സാഹിത്യങ്ങൾ കടഞ്ഞെടുത്താൽ നമുക്ക് സത്യം കണ്ടെത്താൻ വളരെ ശ്രമിക്കണം. പക്ഷെ അത്തരം ആശയങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട ആശയങ്ങളെ മുഴുവനും ബൈബിൾ ഒരുപോലെ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈശ്വരൻ ക്രിസ്ത്യാനിയോട് ഒരു വിധത്തിലും മുസ്ലിമിനോട് മറ്റൊരു വിധത്തിലും ഹിന്ദുവിനോട് മറ്റൊരു വിധത്തിലും പറയണമെങ്കിൽ അവിടുന്ന് സത്യമുള്ളവനായിരിക്കാൻ പാടില്ല. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഉവ്വ് ഇല്ല, അതല്ലാതെ വേറെ ഇല്ല. അതുകൊണ്ട് എല്ലാവർക്കും ഒരേ ഒരു സന്ദേശമാണ് ദൈവം കൊടുക്കുന്നത്. 1, ദൈവം ഏകനാകുന്നു. 2, ദൈവത്തിൻ്റെ സൃഷ്ടികളായ മനുഷ്യവർഗം ഏകമാകുന്നു. 3, ദൈവം മാനവരാശിക്ക് നൽകിയിരിക്കുന്ന സന്ദേശവും ഏകമാണ്. ഇനി ഒന്നുകൂടെ ചേർത്ത് പറഞ്ഞാൽ ഒരേ ഒരു സ്വർഗം. ഇതുവരെ പറഞ്ഞതിൻ്റെ സംക്ഷേപം ഇതാണ്: ഏകനായ ദൈവം, ഒരേ ഒരു ദൈവം, ഒരേ ഒരു സ്വർഗം, ഒരേ ഒരു ജനത, ഒരേ ഒരു ജനതയ്ക്ക് ഒരേ ഒരു സന്ദേശം. ഇതുവരെ പറഞ്ഞതിൻ്റെ സാരസംക്ഷേപം ഇതാണ്. ഇനി ഞാൻ പ്രധാന വിഷയത്തിലേക്ക് വരികയാണ്: ഏകരക്ഷകൻ. ഈ പശ്ചാത്തലത്തിലാണ് ഏകരക്ഷകൻ എന്ന വിഷയം ഞാൻ അവതരിപ്പിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അവകാശ പ്രഖ്യാപനം മാത്രമല്ല, അത് സംബന്ധിച്ച് 1, 2, 3, 4, 5, 6 ഈ സമയം തന്നിരിക്കുന്ന അകത്ത് നിന്നുകൊണ്ട് ഓടിച്ച് മാത്രം പറയുക. കൃഷ്ണൻകുട്ടിയെ പ്രസംഗിക്കാൻ വിളിച്ചാൽ കുറഞ്ഞപക്ഷം 1.5 മണിക്കൂർ, അല്പം ഔദാര്യം കാണിച്ചാൽ 2 മണിക്കൂറെങ്കിലും തരണം. അതുകൊണ്ട് പ്രസംഗിക്കാനാണ് ഞാൻ വരുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, അതുകൊണ്ട് വളരെ തിരക്കിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളും ദയവായി തിരക്കിട്ട് ചിന്തിക്കണം. അതുകൊണ്ട് ഏകരക്ഷകൻ. 1, രക്ഷയുടെ ആവശ്യകത.
എന്താണ് രക്ഷയുടെ ആവശ്യകത? മനുഷ്യവർഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഒരു രക്ഷാപദ്ധതി എന്തിനാണ് മനുഷ്യൻ ആവശ്യമായി വന്നു എന്നുള്ളത് ന്യായമായ ചോദ്യമാണ്. അപ്പോൾ എന്താണ് രക്ഷയുടെ ആവശ്യകത? ലോകത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള മതസംഹിതകൾ ആകെ പരിശോധിച്ചാൽ, ജനസമൂഹത്തിൻ്റെ പ്രായോഗിക ജീവിതം മുഴുവൻ പരിശോധിച്ചാൽ, ഇന്നലെയുള്ള ചരിത്രം, ഇന്നിൻ്റെ ചരിത്രം ആകെ പരിശോധിച്ചാൽ തെളിഞ്ഞു വരുന്ന ഒരു യാഥാർത്ഥ്യമാണ്, മണ്ണിൽ പിറന്ന സകല മനുഷ്യവർഗവും ഒന്നടങ്കം ജന്മന കർമ്മണ വാഗ്മനകായങ്ങളാൽ പാപികളാണ്. എനിക്ക് പാപമില്ല എന്ന് നിഷേധിക്കുവാൻ കഴിയുന്ന ഒരുത്തൻ പോലും ലോകത്തിലില്ല. ജനിച്ച എല്ലാവരും ഒരുപോലെ പാപികളാകുന്നു. ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവവ്യത്യാസമില്ലാത്തവരായി. വ്യത്യാസമില്ലാത്ത മൂന്ന് കാര്യം: ഒന്ന്, ജനനത്തിൽ എല്ലാവരും സമന്മാർ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വസ്തുത, പാപത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും സമന്മാർ. മൂന്ന്, മരണത്തിൻ്റെ കാര്യത്തിൽ സമസ്തരും സമാനർ. ഇങ്ങനെയുള്ള സമദുഃഖിതരാണ് മനുഷ്യവർഗം. എനിക്ക് പാപമില്ല എന്ന് പറയുവാൻ കഴിയുന്ന ഒരു പുണ്യവാളൻ പത്തനംതിട്ടയിലും ഇല്ല എന്ന് കൃഷ്ണൻകുട്ടി വളരെ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പാപമില്ല എന്ന് പറയാൻ തൻ്റെ ഇടമങ്ങൾ നീ മരിക്കയില്ലെന്ന് ഞാനും പറയുന്നതാണ്. പക്ഷേ എന്ത് ചെയ്യാം, മണ്ണിൽ പറഞ്ഞവരൊക്കെ മരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു? ഉന്നതനായ മനുഷ്യൻ, ഉത്കൃഷ്ടനായ മനുഷ്യൻ, ആഴിയളന്ന മനുഷ്യൻ, ആകാശം കിടക്കിയ 20-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രപരമായ മനുഷ്യൻ എന്തുകൊണ്ട് മരിക്കുന്നു? ചോദിക്കൂ ശാസ്ത്രത്തോട്, അത് പറയും പ്രകൃതിയുടെ വികൃതിയാണ്. മനുഷ്യൻ എന്തുകൊണ്ട് മരിക്കുന്നു? ചോദിക്കൂ മതങ്ങളോട്, മൗനം ദീക്ഷിക്കും. മനുഷ്യൻ എന്തുകൊണ്ട് മരിക്കുന്നു? ചോദിക്കൂ ബൈബിളിനോട്, ഉത്തരം പറയും പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. പാപത്തിൻ്റെ കൂലിയായിട്ടാണ് മരിക്കുന്നത്. എല്ലാവരും ഒരുപോലെ പാപികളാണ്. ബ്രാഹ്മണൻ പാപി അല്ലാതിരിക്കുകയും ചണ്ടാലൻ മാത്രം പാപിയായിരിക്കുകയും ചെയ്തു എങ്കിൽ ബ്രാഹ്മണൻ മരിക്കാതിരിക്കുകയും ചണ്ടാലൻ മാത്രം മരിക്കുകയും ചെയ്യണം. ബ്രാഹ്മണ ചണ്ടാല ഭേദം കൂടാതെ, നീഗ്രോ വെള്ളക്കാരന് ഭേദം കൂടാതെ എല്ലായിടത്തുള്ള എല്ലാവരും സമാനം മരിക്കയാൽ എല്ലാവരും ഒരുപോലെ തന്നെ പാപികളായി തീർന്നിരിക്കുന്നു എന്നുള്ള ബൈബിൾ പ്രഖ്യാപനം തെളിയിക്കപ്പെടുകയാണ്. വിശദീകരിക്കുന്നില്ല. എല്ലാവരും ഒരുപോലെ പാപികളാണ്. പാപികളായ മനുഷ്യവർഗം പാപത്തിൻ്റെ ഫലമായി ജനിച്ച് ജീവിച്ചാൽ ആ പാപത്തെ ശിക്ഷിക്കാതിരിക്കുവാൻ പരമകാരുണ്യമാണ് ദൈവമെങ്കിലും ദൈവത്തിന് നീതി അനുവദിക്കുന്നില്ല. ആ നീതിയുടെ പ്രഖ്യാപനമാണ് പാപത്തിൻ്റെ ശമ്പളം മരണമെന്ന്. ദൈവം പാപത്തെ വെറുക്കുന്നവനാണ്, പക്ഷേ പാപിയെ സ്നേഹിക്കും. പാപിയെ സ്നേഹിക്കുമെങ്കിലും പാപത്തെ വെറുക്കുന്നത് കൊണ്ട് ആ പാപം ചെയ്യുന്ന ദേഹിയും ശിക്ഷിക്കാതിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ദൈവം പണ്ട് മുതലേ പ്രവാചകന്മാർ മുഖാന്തരം അവർക്ക് അവസരം കൊടുത്തുകൊണ്ട് പാപത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്താത്ത ഒരു യുഗവും ലോകത്തിൽ ഉണ്ടായിട്ടില്ല. അത് ഏത് തരത്തിൽപ്പെട്ട ക്രിസ്ത്യാനികൾ പറയുന്ന യുഗമായാലും ഹൈന്ദവം പറയുന്ന യുഗമായാലും അല്ല മറ്റേതെങ്കിലും ആയാലും, അന്നെല്ലാം ദൈവം മനുഷ്യവർഗത്തിന് അവരുടെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തിയിട്ടുണ്ട്. ഓരോ സംഭവ പരമ്പരകളിലൂടെ, കർമ്മകാണ്ഡങ്ങളിലൂടെ വിശദീകരിക്കുന്ന മതത്തിൻ്റെ മുഴുവൻ ആശയം അതാണ്. മനുഷ്യൻ ജന്മന കർമ്മണ വാഗ്മനകായങ്ങളാൽ പാപികളായിരിക്കുന്നു. ഇങ്ങനെ മനുഷ്യവർഗം ഒന്നടങ്കം പാപികളായി തീർന്നതിനാൽ എല്ലാവരും തുല്യമായ ശിക്ഷായോഗ്യരാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, ന്യായപ്രമാണമില്ലാത്ത യഹൂദേതരർ ഒന്നടങ്കം പാപികൾ. 2-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, ന്യായപ്രമാണം ലഭിച്ച യഹൂദന്മാർ പാപികൾ. 3-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, ഒരു വ്യത്യാസമില്ല, സർവരും ഒരുപോലെ പാപികൾ. 3-ാം അധ്യായത്തിൻ്റെ 19 സമാഹരിച്ചുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപികളാണ്. അങ്ങനെ ഏത് വായുമടഞ്ഞ് സർവ്വലോകവും ശിക്ഷാവിധിയുടെ കീഴിൽ, സർവ്വലോകവും നീതിമാനായ ദൈവത്തിൻ്റെ ശിക്ഷയുടെ കഠോര ഖഡ്ഗത്തിൻ്റെ കീഴിൽ ഞെളിവിരി കൊള്ളുന്നവരാണ്. അതുകൊണ്ടാണ് മനുഷ്യവർഗം രക്ഷയ്ക്ക് വേണ്ടി കാക്ഷിക്കുന്നത്. എന്തുകൊണ്ട് ഇവിടെ മതങ്ങളുണ്ടായി? എന്തുകൊണ്ട് തത്വചിന്തകൾ ഉണ്ടായി? എന്തുകൊണ്ട് കർമ്മകാണ്ഡങ്ങൾ ഉണ്ടായി? എന്തുകൊണ്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇവിടെ ഉണ്ടായി? കാരണം മാനവവർഗം മുക്തിക്ക് വേണ്ടിയുള്ള അഭിലാഷത്തിൽ തുടങ്ങിവെച്ച കർമ്മപദ്ധതികളാണ് മതങ്ങളായി, തത്വചിന്തകളായി, ആചാരങ്ങളായി, നാനാശാഖികളായ ആശയഗതികളായി ലോകത്തിലുണ്ടായത്. പക്ഷേ മനുഷ്യവർഗം രക്ഷയ്ക്ക് വേണ്ടി കാക്ഷിക്കുന്നു എങ്കിലും അത് പ്രാപിക്കാനുള്ള ബന്ധാവിൽ അവൻ പരാജയമാണ്. വിശദീകരിക്കാൻ സമയം പോരാ. മനുഷ്യവർഗം ഒന്നടങ്കം പാപികളാണ്. ആ പാപത്തിന് ഈശ്വരൻ ശിക്ഷ വിധിക്കുന്നതാണ്. ആ ശിക്ഷയ്ക്ക് ബൈബിൾ പറയുന്ന 3 പ്രധാനപ്പെട്ട വാക്കുകളുണ്ട്. ഒന്ന്, പാപത്തിൻ്റെ ശമ്പളം മരണം, സ്വാഭാവിക മരണം. രണ്ടാമത് ബൈബിൾ ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്, അതിക്രമത്തിലും പാപത്തിലും മരിച്ചവർ ജീവിച്ചിരിക്കേ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞാൽ മഹാന്മാരായി ജീവിക്കുന്ന, ഉത്തമന്മാരെന്ന് ലോകം പ്രകടിക്കുന്ന, അതിപ്രശസ്തരെന്ന് വിമ്പടിക്കുന്ന, സമൂഹത്തിലെ പ്രമാണിമാർ, നായികന്മാർ എന്നൊക്കെ പറയുന്നല്ലോ, അങ്ങനെയുള്ള ആളുകളുടെ അടുക്കൽ ചെന്നാലാണ് പാപത്തിൻ്റെ ദുർഗന്ധം വീശുന്നത്. രാഷ്ട്രീയ മണ്ഡലം, മതമണ്ഡലം, ദാർശനിക മണ്ഡലം, സാമൂഹ്യ മണ്ഡലം, സാംസ്കാരിക മണ്ഡലം, അവിടെയെല്ലാം ഇത്തരത്തിൽപ്പെട്ട ആളുകളെ അവസരോചിതമായി നമ്മുടെ പത്രപ്രവർത്തകരും
മാധ്യമങ്ങളും കയ്യോടെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പാപമെന്ന് പറയുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് പാപത്തിന് ശമ്പളമായി ജീവിച്ചിരിക്കവേ ചത്തതിനൊക്കും ആ സ്ഥിതിയിലെത്താണ് അതിക്രമത്തിലും പാപത്തിലും മരിച്ചവർ. 2, സ്വാഭാവികമായ ശരീരത്തിൽ നിന്നുള്ള വേർപാട് മരണം. മനുഷ്യ ശരീരവും അതിൻ്റെ ജീവനും തമ്മിൽ വേർപെടുന്ന അവസ്ഥയാണ് നമ്മൾ മരണമെന്ന് വിളിക്കുന്നത്. അത് സംബന്ധിച്ച് കോവൂരെന്ത് പറഞ്ഞു എന്നുള്ളതെന്ന് മറുപടി ഞാൻ ഇപ്പോൾ പറയുന്നില്ല. എന്നാൽ ജീവനും ശരീരവും നമ്മൾ വേർപെടുമ്പോൾ മരണമെന്ന് നമ്മൾ പറയുന്നു. ഇതിന് ബൈബിൾ പറയുന്ന പേര് ഒന്നാം മരണമെന്നാണ്. എന്നാൽ അത് തന്നെ കഴിഞ്ഞിട്ട് പിന്നെ ബൈബിൾ പറഞ്ഞു ഈ മരണം കൊണ്ട് അവസാനിക്കാത്ത ആത്മാവിൻ്റെ ഉടമയാണ് മനുഷ്യൻ. ശരീരം ഇവിടെ മരണം കൊണ്ട് അവസാനിക്കുമെങ്കിലും ആത്മാവ് അവിനാശിയാണ്. ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിലും ഇത് പറഞ്ഞിട്ടുണ്ട്. നൈനം ചിന്നന്തി ശസ്ത്രേണ എന്ന് പറയുന്നത് പോലെ ആത്മാവ് വാളുകൊണ്ട് ഛേദിക്കപ്പെടാത്ത, വായു കൊണ്ട് ഉണങ്ങാത്ത, ജലത്തിൽ ആർദ്രമാകാത്ത, അഗ്നിയിൽ ചാരമാകാത്ത അവിനാശിയാണ്. ഇങ്ങനെ നാശരഹിതമായിരിക്കുന്ന ആത്മാവ് എവിടെ ചെന്നാലും അവസാനിക്കയില്ല, നരകത്തിൽ പോലും അവസാനിക്കയില്ല. അങ്ങനെ പാപത്തിന് ശമ്പളമായി മനുഷ്യവർഗം ഒന്നടങ്കം ദൈവത്തിൻ്റെ നീതിയുടെ വിധിക്ക് വിധേയമായി നിത്യമായ നരകത്തിൽ നിവേദിക്കുന്ന ഈ ഭയാനകമായ ന്യായവിധി, ഈ നരകത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ പുരാണങ്ങളിൽ കാണാം. അതിനുള്ള മോചനത്തിനുള്ള പ്രാർത്ഥനകൾ വേദങ്ങളിൽ കാണാം. അത് തന്നെ ബൈബിളിൽ കാണാം, മറ്റു ബാലഭാഗങ്ങളിലും കാണാം. എന്നാൽ ലോകമനുഷ്യവർഗം ഈ പാപത്തിൽ നിന്ന് ആത്യന്തികമായി വരുവാനുള്ള അന്തിമ ന്യായവിധിയിൽ നിന്ന് നാരക ശിക്ഷ എന്നുള്ള മോചനത്തിന് വേണ്ടി അവനിയുടെ നാനാ കോണുകളിൽ ഇരുന്നു കൊണ്ട് അഖില ലോക ജനകോടികൾ അഖിലാണ്ടത്തിന് ഉടയവനായ ദൈവത്തെ നോക്കി അവിരാമം പ്രാർത്ഥിച്ചിരിക്കവേ ആ പ്രാർത്ഥനകളാണ് ഈരടികളായി കൂടി അനശ്വരർ ചെവിത്തടത്തിൽ മുഴങ്ങിയെത്തിയാൽ ജീവനുള്ള ഏകസത്യ ദൈവത്തിന് മറുപടി പറയാൻ കഴിയാതിരിക്കയില്ല. അവിടുന്ന് അരുളി ചെയ്ത മറുപടിയാണ് പിന്നെ നാം വായിക്കുന്നത്. വിശദീകരിക്കാൻ സമയമില്ല. മതങ്ങൾ ഇവിടെ പരാജയപ്പെട്ടു. മാനവരക്ഷാമാർഗത്തിൽ മതങ്ങൾ പരാജയം, തത്വചിന്തകൾ പരാജയം, കർമ്മകാണ്ഡങ്ങൾ പരാജയം. ഇങ്ങനെ എല്ലാം പരാജയപ്പെട്ടപ്പോൾ പിന്നെ ഈ മനുഷ്യഹൃദയത്തിൽ നിന്ന് നുരഞ്ഞ് പതഞ്ഞു വന്ന ഉയർന്ന ചോദ്യം അതിതാണ്, ഇനി എങ്ങനെയാണ് രക്ഷാമാർഗം? അവർ വീണ്ടും ചോദിച്ചു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഒരിക്കൽ ന്യായപ്രമാണത്താൽ ഞാൻ അനിന്ദിനെന്ന് പ്രഖ്യാപിച്ച മതകർമ്മങ്ങൾ കൊണ്ട് ഒരിക്കലും ആർക്കും വിസ്തരിക്കുവാൻ കഴിയാത്ത വിധം അനിന്ദിനെന്ന് പ്രഖ്യാപിച്ച യഹൂദമതത്തിലെ കർമ്മധീരനായ പൗലോസ് ഇപ്പോൾ പറയാണ്, എൻ്റെ യാഗങ്ങളെല്ലാം പരാജയം, കർമ്മങ്ങളെല്ലാം പരാജയം, രക്ഷാപദ്ധതിയിലെ ന്യായപ്രമാണം പരാജയം. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, മരണത്തിന് അധീനമാണ് ഈ ശരീരം. അവൻ പിന്നെയും പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ ശരീരത്തിൽ, എൻ്റെ ദേഹത്തിൽ 2 അവയവങ്ങളുണ്ട്, 2 പ്രമാണങ്ങളുണ്ട്, 2 ചിന്തകളുണ്ട്, പരസ്പരം പോരാടിക്കൊണ്ടിരിക്കുന്നു. നന്മ ചെയ്യണമെന്ന ആഗ്രഹം തിന്മയിലേക്ക് പ്രേരിപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഒരു പ്രമാണമെന്നിലുണ്ട്. അങ്ങനെ ഈ 2 വിധ പ്രമാണങ്ങൾക്ക് വിധേയമായി നന്മ തിന്മകളുടെ സംഘട്ടനത്തിന് വിധേയമായി ഇരുട്ടിൻ്റെയും വെളിച്ചത്തിൻ്റെയും സംഘട്ടനത്തിനും സംഗ്രാമത്തിനും വിധേയമായി നിരന്തരമായിരിക്കുന്ന മാനസിക ധർമ്മം നിരന്തരമായ പോരാട്ടമായപ്പോൾ മനുഷ്യഹൃദയം നിത്യ കുരുക്ഷേത്രമായി മാറി. അവിടെ നിന്നാണ് എല്ലാ സമരമുറകളും പയറ്റി തെളിയുന്നത്. അങ്ങനെ മാനവഹൃദയം എന്ന് പറയുന്ന കുരുക്ഷേത്രത്തിൽ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ സംഘർഷം, സംഘട്ടനം, സംഗ്രാമം അതൊക്കെ കാണാവുന്നതാണ്. അങ്ങനെ ഒടുവിൽ മനുഷ്യൻ പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്നെ ആർ വിടുവിക്കും? പരാജയത്തിൻ്റെ പല്ലവിയിലാണ് മതങ്ങൾ. അദ്ദേഹം ചോദിച്ചു, ഇനി വിടുവിക്കാൻ യാത് എന്നുള്ള ചോദ്യമില്ല, ഇനി എന്ത് വിടുവിക്കും എന്നുള്ള ചോദ്യമില്ല, ഇനി ആര് വിടുവിക്കുമെന്നുള്ള ചോദ്യമാണ് വരുന്നത്. അപ്പോൾ മനുഷ്യൻ അലട്ടിയ കാതൽ പ്രശ്നം, പാപത്തിൻ്റെ ശമ്പളമായ മരണം. ഈ മരണം അലട്ടിയപ്പോൾ എല്ലാം പരാജയപ്പെട്ട പ്രദേശത്ത് 4000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ ഒരു ചോദ്യം ഉന്നയിച്ചു. ആ ചോദ്യം ഇതാണ്, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? 1000 വർഷങ്ങൾക്ക് ഉത്തരമില്ലാതെ പോയി. 1000 വർഷം കൂടെ കഴിഞ്ഞു. വീണ്ടും മതഭക്തനായ ഭക്തശിരോമണിയായ ഒരു ഗാനരചയിതാവ് ഒരു ചോദ്യം ഉന്നയിച്ചു. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവന് വേണ്ടി വീണ്ടെടുപ്പ് വിലയെടുപ്പാൻ ആർക്ക് കഴിയും? അവൻ്റെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയത്. പിന്നെ കൂട്ടിച്ചേർത്തു, ഒരു നാളും സാധ്യമല്ല, അത് ഒരു നാളും സാധ്യമല്ല. കാരണം പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയതായതുകൊണ്ട് ആ വിലയേറിയ വില കൊടുത്ത് അവനെ വീണ്ടെടുക്കുവാൻ ഒരു നാളും സാധ്യമല്ലെന്നെഴുതി കോരപുത്രന്മാർ തൂരിക താഴെ വെച്ച് ഗാനബന്ധാവിൽ നിന്ന് വഴിമാറി നിന്നു. 1000 വർഷം കൂടെ കഴിഞ്ഞു. ഇതാ വരുന്നു നസറായനായ യേശു ക്രിസ്തു. അനശ്വരനായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു, ലോകരക്ഷിതാവായി വന്നവൻ. അങ്ങനെ മനുഷ്യവർഗത്തിൻ്റെ പ്രതീക്ഷ പൂവണിയിച്ചുകൊണ്ടാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. അതാണ് ഞാൻ ലൂക്കോസ് 2:10 പറഞ്ഞത്. ഇങ്ങനെ ലോകത്തിൻ്റെ എല്ലായിടത്തുമുള്ള എല്ലാവരും മനുഷ്യവർഗത്തെ രക്ഷിക്കുന്ന പന്ഥാവിൽ മതങ്ങളും ചിന്തകളും കർമ്മകാണ്ഡങ്ങളും തോറ്റപ്പോൾ ഇനി ദൈവത്തിനെ കഴിയൂ എന്ന് നിരൂപിക്കുകയും അങ്ങനെ അവർ ദൈവത്തിൽ നിന്നുള്ള രക്ഷിതാവിനെ പ്രതീക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ
യഹൂദന്മാർ ലോകം ഒന്നടങ്കം അവനെ വിളിച്ചത് ദൈവപുത്രനായ മശിഹാ വരും എന്ന്, സത്യത്തിൻ്റെ മനുഷ്യാവതാരം എന്ന് സ്വതദുഷ്ടമതം പ്രഖ്യാപിക്കുകയുണ്ടായി. അവൻ സത്യമാണ് എന്ന്, അതുപോലെ തന്നെ പ്രജാപതി എന്നും വേദങ്ങൾ ഉപനിഷത്തുക്കളും പറയുകയുണ്ടായി. അവൻ തന്നെ വരുവാനുള്ള രക്ഷിതാവെന്ന് ബൈബിൾ തുറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനിയും വിശദീകരിക്കുന്നില്ല. അങ്ങനെ ലോകത്തിൻ്റെ പ്രതീക്ഷയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് യേശുക്രിസ്തുവിൻ്റെ തിരുവവതാരം. ഏറെക്കുറെ 2000 ആണ്ടുകൾക്ക് മുമ്പ്, വളരെ കൃത്യമായി പറഞ്ഞാൽ AD 7 നാം അറിയുന്നത് പോലെ തന്നെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ബത്ലഹേമിൽ ജനിക്കുകയുണ്ടായി. ബത്ലഹേമിൽ ജനിച്ച കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ആഗമനം വിളംബരം ചെയ്തുകൊണ്ട് ആകാശത്തിൻ്റെ അറുതികളിൽ വെളിപ്പെടുന്ന തിളങ്ങിക്കിടുന്ന താരാവലിയുടെ നടുവിൽ നിന്ന് കുറേ ദൂതസംഘം ഒന്നിച്ചിറങ്ങി വന്ന് ഇടയന്മാരോട് കൂടെ നിൽക്കുകയും ബത്ലഹേമിൻ്റെ വയലേലാലുകളിൽ നിന്നുകൊണ്ട് ആ ദൂതസംഘത്തിൽ നിന്ന് ഒരുത്തൻ മുന്നോട്ട് വന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്തു. സർവ്വജനത്തിന് ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അതൊന്നും വിശദീകരിക്കുന്നില്ല. കർത്താവായ എന്ന് വെച്ചാൽ ശരിയായി വിവർത്തനം ചെയ്താൽ ദൈവമായ കർത്താവായ, ഈ ദൈവമായ കർത്താവായ രക്ഷിതാവ് ഇന്ന് ഈ വർത്തമാനകാലത്തിൽ നിങ്ങൾക്കായി എന്ന് വെച്ചാൽ ഈ കൃപായുഗത്തിൻ്റെ പൊൻപുലരിയിൽ നിങ്ങൾക്കായി സർവ്വജനതയ്ക്കുമായി അവതരിച്ചിരിക്കുന്നു. അതുകൊണ്ട് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. യഹൂദനെന്ന് പറഞ്ഞിട്ടില്ല, സ്വരാഷ്ട്രർക്കെന്ന് പറഞ്ഞിട്ടില്ല, ഹിന്ദുവിനെന്ന് പറഞ്ഞിട്ടില്ല, റോമനെന്ന് പറഞ്ഞിട്ടില്ല, യവനനെന്ന് യഹൂദനെന്ന് യാതൊരു ഭേദവുമില്ല. അടിപതറിയ മുട്ടിച്ചൂടിയ വ്യത്യാസമില്ലാത്ത എല്ലായിടത്തുമുള്ള എല്ലാവർക്കും വേണ്ടി ഒരേ ഒരു രക്ഷിതാവ്. ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഈശ്വരൻ ഏകനാണ്, മാനവജനത ഒന്നാണ്, അവർക്ക് നൽകിയ സന്ദേശം ഒന്നാണ്, രക്ഷകനും ഒന്നാണ്. അങ്ങനെ സർവ്വജനത്തിൻ്റെ രക്ഷിതാവാണ് ബത്ലഹേമിൽ ജനിച്ചത്. അപ്പോൾ ഇങ്ങനെ വളർന്നു വന്ന യേശുക്രിസ്തുവിൻ്റെ പരസ്യപ്രവർത്തനം ആരംഭിച്ചപ്പോൾ വത്സല ശിഷ്യന്മാർ അടുത്തു വന്നു. അവർ ചോദ്യം ഉന്നയിച്ചു. അവരുടെ ചോദ്യം ഇതാണ്: ഇങ്ങനെ ആയാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും? പാപത്തിൽ നിന്ന്, പാപത്തിൻ്റെ ഫലങ്ങളിൽ നിന്ന്, പാപത്തിൻ്റെ പരമാത്യന്ത ഫലമായിരിക്കുന്ന പാതാള ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും? മത്തായി 19:26. അവിടെ ആ ചോദ്യത്തിന് യേശുക്രിസ്തു പ്രതിവചിക്കുകയുണ്ടായി. മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സാധ്യം. മനുഷ്യർക്ക് അസാധ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ മനുഷ്യർക്ക് അസാധ്യം. കാരണം എല്ലാ മനുഷ്യരും തുല്യം പാപികളായിരിക്കാൻ ഈ പാപികളായ മനുഷ്യവർഗത്തിൽ നിന്ന് അതുപോലൊരു പാപി രക്ഷകനായി എഴുന്നേറ്റുമെന്ന് രക്ഷിക്കുക എന്നുള്ളത് അസംഭവ്യം. ഇതാണ്. അതുകൊണ്ട് മനുഷ്യവർഗത്തിൽ നിന്ന് രക്ഷിതാവിനെ പ്രതീക്ഷിക്കേണ്ടതില്ല. പിന്നെ രക്ഷിക്കുവാൻ ദൈവത്തിനെ കഴിയൂ എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. മനുഷ്യനായി അവതരിച്ച് വന്ന യേശുക്രിസ്തുവാണ് പറയുന്നത് അത് ദൈവത്തിന് സാധ്യം. പക്ഷേ ദൈവത്തിന് സാധ്യമെന്ന് പറയുമ്പോൾ യേശുക്രിസ്തു തൊട്ട് പിന്നാലെ പറഞ്ഞിട്ടുള്ളത് ഞാൻ വന്നത് രക്ഷിപ്പാനാണ്. അപ്പോൾ രക്ഷിപ്പാൻ ആർക്ക് കഴിയും? ദൈവത്തിന് മാത്രം. അങ്ങനെയാണെങ്കിൽ രക്ഷിപ്പാൻ വന്ന ദൈവം ഞാനാകുന്നു എന്നല്ലേ ഉത്തരം? ഞാൻ രക്ഷിപ്പാൻ വന്നിരിക്കുന്നു. യേശുക്രിസ്തു തൻ്റെ പരസ്യപ്രവർത്തന പ്രാരംഭം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ രക്ഷിപ്പാൻ വന്നു. എന്തിനു വേണ്ടിയും അദ്ദേഹം അരുളി ചെയ്തത് എങ്ങനെയാണ്? പലപ്പോഴും ശിഷ്യന്മാർ ക്രോധപരവശരായി ഇവരെയെല്ലാം വരപ്രസാദം കൊണ്ട് നശിപ്പിക്കട്ടെ ചോദിച്ചപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ മറുപടി, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് മനുഷ്യപ്രാണങ്ങളെ നശിപ്പിക്കുവാനല്ല, രക്ഷിപ്പാനത്രേ. രക്ഷിപ്പാൻ വേണ്ടി മാത്രം ലോകത്തിൽ അവതരിച്ച ഒരേ ഒരു അവതാര പുരുഷൻ. ഞാൻ 45 വർഷം കൊണ്ട് യേശുക്രിസ്തുവിനെ അംഗീകരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നു. ഞാൻ പഴയ ബൈബിളിലെ പുതിയ നിയമത്തിൽ 27 പുസ്തകം തിരിച്ചും മറിച്ചും പഠിച്ചിട്ടുണ്ട്. അല്ലയോ ക്രിസ്തോ, അങ്ങ് എന്തിനാണ് ലോകാവതാരം ചെയ്തു എന്നുള്ള ചോദ്യത്തിന് 2 മറുപടിയാണ് വായിച്ചിട്ടുള്ളത്. ഒന്ന്, അവിടുന്ന് അരുളിച്ചത് ദൈവത്തെ വെളിപ്പെടുത്തുവാൻ അദൃശ്യനായ ആത്മസ്വരൂപനായ ജ്യോതിർസ്വരൂപനായ സ്നേഹസ്വരൂപനായ നീതിസ്വരൂപനായ ആരും കണ്ടിട്ടില്ല, കാണാൻ കഴിയാത്ത, താൻ മാത്രം അമർത്യതയുള്ള, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന അനശ്വരനായ ദൈവം അവനെ അവിടെയും ഇവിടെയും തേടി എവിടെയും കാണാതെ അലഞ്ഞുപോയ ജനകൂടികൾക്ക് അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ അനന്തത വെടിഞ്ഞ് അവനിയിൽ ആഗമിച്ച് അഖിലലോക ജനകൂടികളെ ഒന്നടങ്ങ് അടുക്കലേക്ക് ആഹ്വാനം ചെയ്ത് അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച് ദൈവത്തെ വെളിപ്പെടുത്തിയ അനശ്വരനായ യേശുക്രിസ്തു. അല്ലയോ ക്രിസ്തു, അങ്ങ് എന്തിനാണ് ലോകാവതാരം ചെയ്തത്? ഒന്ന്, ദൈവത്തെ വെളിപ്പെടുത്തുക. 2, അവിടുന്ന് ലോകത്തിലേക്ക് വന്നതാണ്
യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ വന്നത് പാപികളെ രക്ഷിക്കുവാൻ. ഭഗവാൻ കൃഷ്ണനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും, പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃത. ഞാൻ വന്നത് പാപികളെ കൊല്ലാൻ, ഭക്തന്മാരെ രക്ഷിക്കാൻ. അല്ലോ ക്രിസ്തോ അങ്ങനെയാണ് ലോകത്തിൽ വന്നത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, പരിത്രാണായ ദുഷ്കൃതാം. ഞാൻ വന്നത് പാപികളെ രക്ഷിക്കുവാൻ. പാപികളെ രക്ഷിക്കുവാൻ ഞാൻ ലോകത്തിലേക്ക് വന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആരെങ്കിലും ഈ ലോകത്തിൽ അവതരിച്ചിട്ടുണ്ട് എങ്കിൽ, മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, അത് ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞാൻ പ്രസംഗിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രം. അവൻ പറഞ്ഞു, ഞാൻ വന്നത് പാപികളെ രക്ഷിക്കുവാൻ. എത്ര സൂക്തം വേണം? 9 വാക്യങ്ങൾ തുടർച്ചയായി പറയുവാൻ മതിയായിരിക്കുന്ന എല്ലാം എൻ്റെ കീശയിലുണ്ട്. സമയം പരിമിതം, വിഷയം വിസ്തൃതം, വിശദീകരിക്കുന്നില്ല, വിട്ടുകളഞ്ഞ് വെട്ടിച്ചുരുക്കുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ വന്നത് രക്ഷിപ്പാൻ വേണ്ടി. പക്ഷേ രക്ഷിക്കുവാൻ വന്നു എന്ന് അവകാശ പ്രഖ്യാപനം ചെയ്ത കർത്താവായ യേശു ക്രിസ്തു ദൈവമല്ലെങ്കിൽ രക്ഷിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് അവിടുന്ന് ദൈവമാണ്. അത് ഞാനിപ്പോൾ വിശദീകരിക്കില്ല. ക്രിസ്ത്യാനികളെല്ലാം പറയുന്നത് യേശു ക്രിസ്തു ദൈവമാണെന്ന് പറയാൻ അവർ യേശു ക്രിസ്തു ചെയ്ത ഒരുപാട് അത്ഭുതങ്ങളെക്കുറിച്ച് പറയും. അത്ഭുതം ചെയ്തു, അടയാളം ചെയ്തു, അതുപോലെ തന്നെ പച്ചവെള്ളം വീഞ്ഞാക്കി 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു. ഇത് ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്, ഞാനും ഒക്കെ വിശ്വസിക്കുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, ഇതുപോലുള്ള അത്ഭുതങ്ങൾ യേശു ക്രിസ്തു ചെയ്തതുപോലെ തന്നെ മറ്റ് പ്രവാചകന്മാരും ചെയ്തിട്ടുണ്ട്, ഇതിലും വലുതും ചെയ്തിട്ടുണ്ട്. യേശു ക്രിസ്തു 5 അപ്പവും 2 മീനും കൊണ്ട് ഒരു ദിവസത്തേക്ക് 5000 പേരെയാണ് പോഷിപ്പിച്ചത്, പുരുഷന്മാർ. ഇനി അവരെ ഭാര്യമാരും മക്കളെ എല്ലാം കൂട്ടിയാൽ 30 ലക്ഷം. അത്രയും. നേരെ മറിച്ച് മോശ എന്ന പ്രവാചകനുണ്ടല്ലോ, അദ്ദേഹം 6 ലക്ഷം പുരുഷന്മാർ, അവിടെ ഭാര്യമാർ, പരിവാരങ്ങൾ, ഇവരെയെല്ലാം 40 വർഷം അവിടെ ഒന്നുമില്ലാത്ത ആ സ്ഥലത്ത് മരുഭൂമിയിൽ നിന്ന് കൈ നീട്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. ആകാശത്ത് നിന്ന് മന്ന പൊഴിഞ്ഞു വീഴുന്നു. അദ്ദേഹം കൈ ചെങ്കടലിലേക്ക് നീട്ടുന്നു. അവിടെ നിന്ന് കയറി വരുന്നു കാടപ്പക്ഷി. വൈദ്യശാസ്ത്രം അനുസരിച്ച് ഏറ്റവും പോഷക മൂല്യമുള്ളതാണ് 2. ഇത് 2ഉം കൂടി 40 വർഷം പോറ്റി അത്ഭുതം ചെയ്യുന്നത് കൊണ്ട് ക്രൈസ്തവരായ ഞങ്ങൾ ഒരുത്തിനെ ദൈവമാക്കുമെങ്കിൽ യേശുക്രിസ്തുവിനെ ഞങ്ങൾ ദൈവമാക്കേണ്ടതല്ലേ? ആ യേശുക്രിസ്തുവിനെ അത്ഭുതം ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ ദൈവമാക്കുകയില്ല. പിന്നെ ക്രൈസ്തവരുടെ പരിചയക്കുറവ് കൊണ്ടാണ് അത്ഭുതങ്ങൾ ചെയ്തത് കൊണ്ട് യേശുവിനെ ദൈവമെന്ന് വിളിക്കുന്നത്. യേശുക്രിസ്തു ഒരൊറ്റ അത്ഭുതവും ചെയ്തിട്ടില്ലെങ്കിലും അവിടുന്ന് ദൈവമാകുന്നു എന്ന് സമർത്ഥിക്കുവാൻ അവിടുത്തെ വാക്കുകൾ ഉല്ലേഖനം ചെയ്തിരിക്കുന്ന ബൈബിളിൻ്റെ പേജിലെ വാക്കുകൾ മാത്രം മതിയാകും. അദ്ദേഹത്തിൻ്റെ ആളത്വത്തിൻ്റെ ഗാംഭീര്യ ഭാവം ഒന്ന് മാത്രം മതി. അത് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അങ്ങനെ യേശുക്രിസ്തു ദൈവമല്ലെങ്കിൽ അവിടെ രക്ഷിതാവാകുകയില്ല. രക്ഷിപ്പാൻ വന്ന ദൈവം. പക്ഷേ ലോകാവതാരം ചെയ്തു വന്ന കർത്താവ് പറഞ്ഞു, ഞാൻ രക്ഷിപ്പാൻ വന്നു. അതുകൊണ്ട് എത്ര അത്ഭുതം ചെയ്തു എന്നുള്ളത് ഇപ്പോൾ ഒരു പ്രശ്നമേ അല്ല. അതുപോലെ തന്നെ ഹൈന്ദു മതത്തിലും വായിക്കാവുന്നതാണ്. ഭഗവാൻ കൃഷ്ണൻ വിശന്ന് പൊരിഞ്ഞു വരുമ്പോൾ അദ്ദേഹം കൂടെയുള്ളവരും കൂടെ പാഞ്ചാലിയും പാണ്ഡവരും താമസിച്ച കാട്ടിൻ്റെ അടുക്കൽ വന്ന് അവരോട് ഇവിടെയാണ് പാണ്ഡവർ താമസിക്കുന്നത്, പാഞ്ചാലി ഇവിടെയുണ്ട്, അക്ഷയപാത്രമുണ്ട്, ഇവിടെ ചെന്നാൽ തക്ഷണം ഭക്ഷണം കുറേ കിട്ടും, വിശപ്പ് കലശൽ. അവിടെ ചെന്ന് ഭഗവാൻ കൃഷ്ണൻ പാഞ്ചാലിയോട് ചോദിച്ചു, പാഞ്ചാലി വിശപ്പ് കലശൽ കൊടുക്കൂ ഭക്ഷണം. പാഞ്ചാലി പറഞ്ഞു, ഭഗവാൻ ഈ കാട്ടിൽ ആയക്കൂടെ ഞങ്ങൾക്കൊരു അക്ഷയപാത്രം, അത് കഴുകി വെച്ചാൽ തക്ഷണം ഭക്ഷണം കിട്ടുകയില്ല. ഞാനും മറ്റുള്ളവരും ഭക്ഷണം കഴിച്ചു, കഴുകി വെച്ചു, ഭഗവാൻ ക്ഷമിക്കണം, ഇപ്പോൾ ഭക്ഷണം തരാനൊക്കെ ഇല്ല. ഭഗവാൻ പിന്നെയും ചോദിച്ചു, പാഞ്ചാലി ആ കഴുകി വെച്ച പാത്രം ഇവിടെ കൊണ്ടുവരൂ. അങ്ങനെ പാഞ്ചാലി കൊണ്ടുകൊടുത്തു. പാഞ്ചാലി കഴുകി വെച്ച പാത്രം കൃഷ്ണൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ നമ്മുടെ പല സഹോദരിമാരും ഇവിടെ ഹോട്ടലിലെ സപ്ലയർമാരും എല്ലാം കഴുകിയാലും പോകാതെ പാത്രത്തിൽ പറ്റിക്കിടക്കുന്ന വിരൽപ്പതിപ്പ് ചീരയുടെ ഇല, ഇതുപോലെ തന്നെ പാഞ്ചാലി പലവട്ടം കഴുകിയിട്ടും പോകാതെ പറ്റിയിരുന്ന ചീരയുടെ ഇല എടുത്ത് ഭഗവാൻ കൃഷ്ണൻ നാക്കിൻ്റെ അറ്റത്തുനിന്ന് പറ്റിക്കുകയും കൂടെയുള്ള എല്ലാവർക്കും വിശപ്പും പറ്റയാറ്റി പോവുകയും ചെയ്തു. യേശുക്രിസ്തുവിന് 5 അപ്പവും 2 മുണ്ടും മീനും ഉണ്ടായിരുന്നില്ലേ? അതുകൊണ്ട് തീർച്ചയായിട്ടും യേശുക്രിസ്തു എത്ര അത്ഭുതം ചെയ്തു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല അവിടുത്തെ ഞങ്ങൾ ദൈവമെന്ന് വിളിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട്? രക്ഷിപ്പാൻ ലോകത്തിൽ വന്ന ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ഒരുപോലെ ദേഹരൂപമായി വസിക്കുന്ന ദൈവത്വം എന്ന് പറയും എന്തൊക്കെ പറയാമോ അതിനെല്ലാം കൊടുക്കുന്ന എല്ലാ വിശദീകരണങ്ങളുടെയും ആകത്തുകയാണ് കർത്താവ്. അതുകൊണ്ട് വിശദീകരിക്കാതെ വിടുകയാണ്. അവൻ രക്ഷിപ്പാൻ വന്ന ദൈവമാണ്. ക്രിസ്തുവിൻ്റെ ദൈവത്വം ഇപ്പോൾ എൻ്റെ പ്രസംഗ വിഷയമല്ല. സാന്ദർഭികമായി രക്ഷിക്കുവാൻ വന്ന ദൈവമെന്നാണ് പ്രഖ്യാപിച്ചത്. പക്ഷേ രക്ഷിക്കുവാൻ വന്നു എന്ന് പറഞ്ഞ കർത്താവ് പറയുന്നത് ഞാൻ മരിക്കാൻ വന്നു എന്നാണ്. ഇതാണ് നമുക്ക് വിരോധാഭാസം. ബൈബിളിൽ ധാരാളം വിരോധാഭാസം ഉണ്ടെന്നാണ് വിമർശകർ പറയുന്നത്. ഞാനും ഇപ്പോൾ അതുപോലെ പറയുകയാണ്. കാരണം ഇതൊരു വിരോധാഭാസമാണ്. ദൈവമാണെങ്കിൽ മരിക്കുമോ? ദൈവമാണെങ്കിൽ മരിക്കുമോ? ഇല്ല.
അപ്പോൾ യേശുക്രിസ്തു ദൈവമാണ്. യേശുക്രിസ്തു മരിക്കുമോ? മരിച്ചല്ലോ. അപ്പോൾ പിന്നെ ദൈവമാകുന്നത് ഇങ്ങനെ പിന്നാലെ പറയാം. അവിടെ ചുരുക്കി പറഞ്ഞാൽ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ഇപ്പോൾ വന്നത് മരിക്കുവാൻ വേണ്ടിയാണ്. പക്ഷേ കർത്താവായ യേശുക്രിസ്തു മരിക്കുവാൻ വന്നു എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല, അതിനോട് ചേർന്ന് ഒരു കാര്യം എങ്ങനെ മരിക്കുമെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിന് 32-33 വാക്യങ്ങളിൽ പറയുന്നത്, ഇതിനാൽ അവൻ തൻ്റെ മരണവിധം പ്രഖ്യാപിച്ചു. എങ്ങനെയാണ് മരിക്കുന്നത്? ക്രൂശിന്മേലാണ് മരിക്കുന്നു എന്ന് കർത്താവ് പ്രഖ്യാപിച്ചു. എന്തുകൊണ്ട്? പിന്നെ പറയും. അവിടെ ചുരുക്കി പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു ഒന്ന് മരിക്കുവാൻ വേണ്ടി വന്നു. രണ്ട് പ്രധാനപ്പെട്ട ചോദ്യം. മരിക്കുവാൻ വന്നു, പാപികളെ രക്ഷിക്കുവാൻ വന്ന ഒരുവൻ പാപരഹിതനായിരിക്കണം. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ വിത്ത് ഞാൻ പാകുകയാണ്. അപ്പോൾ യേശുക്രിസ്തു പാപരഹിതനാകുന്നു. ലോകത്തിൽ വന്ന കർത്താവ് തന്നെ ക്രൂശിക്കുവാൻ ക്രുദ്ധമായി നിൽക്കുന്ന കൂട്ടത്തോട് കൂസാത്ത ഒരു ചോദ്യം ഉന്നയിച്ചു. നിങ്ങളിൽ ആർ എൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? മണ്ണ് തൊട്ട് മാനം മുട്ടിക്കിടക്കുന്ന മഷിയുടെ മഹത്തായ ചോദ്യത്തിന് മതിയായ ഉത്തരം പറയുവാൻ മസ്തിഷ്ക മല്ലന്മാർ മനസ്സോട് താല്പര്യപ്പെട്ടെങ്കിൽ ഇന്ന് വരെ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ വിടുകയാണ്. പക്ഷേ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ മരിക്കാൻ വേണ്ടി വന്നു എന്ന്. പക്ഷേ അവനിൽ യാതൊരു പാപവുമില്ല. വിസ്തരിച്ചവരെല്ലാം പറഞ്ഞു, ഇവനിൽ യാതൊരു പാപവും കണ്ടില്ല. ശത്രുക്കളായ എല്ലാവരും ഒരുപോലെ പറഞ്ഞു. യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത യൂദാസ്, യേശുക്രിസ്തുവിനെ വിസ്തരിച്ച ഗവർണർ പിലാത്തോസ്, യേശുക്രിസ്തുവിനെ വിസ്തരിച്ച പിലാത്തോസിന്റെ ഭാര്യ, അതുപോലെ തന്നെ അന്നത്തെ ലോകത്തിലെ ശതാധിപൻ, റോമൻ പട്ടാളത്തിൻ്റെ ഉദ്യോഗസ്ഥൻ, അവരെല്ലാം പറഞ്ഞു ഇവൻ പാപരഹിതനാകുന്നു, നീതിമാനാകുന്നു. പിലാത്തോസ് ഒടുവിലായി യേശുക്രിസ്തുവിനെ വിസ്തരിച്ചിട്ട്, ഈ നീതിമാനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിശുദ്ധനായ മനുഷ്യൻ. ഇനി നമുക്ക് ചരിത്രത്തിലേക്ക് വന്നാൽ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ, മറ്റെല്ലാം ശത്രുക്കൾ, ഇനി മിത്രങ്ങൾ. പത്രോസ്, അവൻ പാപം ചെയ്തിട്ടില്ല. പൗലോസ്, അവൻ പാപം അറിഞ്ഞിട്ടില്ല. യോഹന്നാൻ, അവനിൽ പാപമില്ല. പാപം ചെയ്യാത്ത, പാപം അറിയാത്ത, പാപമില്ലാത്ത, കൃഷ്ണൻകുടിയുടെ ഭാഷയിൽ പരത്തിൻ്റെ അവിതാരമായ പരിപാവനയുടെ ഭവ്യരൂപമായ കർത്താവായ യേശുക്രിസ്തു, അവൻ പാപം ചെയ്തിട്ടില്ല. ഒന്ന്, അവൻ ദൈവമാണ്. രണ്ട്, അവൻ പാപരഹിതനാണ്. മൂന്ന്, രക്ഷിക്കുവാൻ വന്ന മരിക്കേണ്ടവനാണ്. അപ്പോൾ മൂന്ന് കാര്യം പറയും. ഇത് മൂന്നും എങ്ങനെയാണ് പൊരുത്തപ്പെടുമെന്നുള്ളതാണ് ഇനി എനിക്ക് പറയേണ്ടത്. ഇങ്ങനെ രക്ഷിക്കുവാൻ വന്ന കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ മരിക്കുവാൻ വന്നു. മരിക്കാൻ വന്ന ദൈവം മരിക്കുന്നത് എങ്ങനെ? ദൈവം മരിക്കുമോ? ഇല്ലേ, ഇല്ല. അപ്പോൾ യേശുക്രിസ്തു മരിച്ചില്ലേ? മരിച്ചു. എങ്ങനെയാണ് മരിച്ചത്? ഉത്തരം, ദൈവത്തിന് മരിക്കാൻ കഴിയയില്ല. മരിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യാവതാരം സ്വീകരിച്ചത്. മനുഷ്യാവതാരം സ്വീകരിച്ചില്ലെങ്കിൽ മരിക്കയില്ല. പാപികളായ ജനവർഗത്തെ രക്ഷിക്കുവാൻ മനുഷ്യാവതാരം ചെയ്യാതെ സാധ്യമല്ല. മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവരാകയാൽ അവനും അവരെ പോലെ അവർക്ക് സദൃശം മനുഷ്യനായി അവതരിച്ച് മരിക്കുവാനുള്ള അർഹത ഒന്നാമത് കർത്താവായ യേശുക്രിസ്തു നേടി. രണ്ട്, യേശുക്രിസ്തു പാപം ചെയ്തിട്ടില്ല. ഒരു ചോദ്യം, കൃഷ്ണൻകുട്ടി, നിങ്ങൾ പറഞ്ഞു യേശുക്രിസ്തു പാപം ചെയ്തിട്ടില്ല. അല്പം മുമ്പേ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പാപം ചെയ്തിട്ടില്ലാത്തവൻ മരിക്കയില്ല, പാപത്തിന്റെ ശമ്പളമാണ് മരണമെന്ന്. അപ്പോൾ പാപം ചെയ്യാത്ത ക്രിസ്തു മരിക്കുമോ? ഇല്ല. പിന്നെ മരിച്ചില്ലേ? മരിച്ചു. എങ്ങനെയാണ്? അതിൻ്റെ വിശദീകരണമാണ് ഇനി പറയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒടുവിലായി തൻ്റെ അന്ത്യ അത്താഴം കഴിച്ചു. വത്സല ശിഷ്യന്മാരോട് ചേർന്ന് അന്ത്യ അത്താഴം കഴിക്കവേ ഒരുത്തൻ എഴുന്നേറ്റ് പോയി. ബാക്കി 11 പേരുണ്ട്. 11 ശിഷ്യന്മാരെയും വിളിച്ച് അദ്ദേഹം നേരെ സഹീവൻ മാളിൽ നിന്നിറങ്ങി യെരൂശലേം ദൈവാലയത്തിൻ്റെ കിഴക്ക് വശത്തെ കെദ്രോൻ തോടും കിടന്ന് കുത്തനെ കിടക്കുന്ന ഒലിവ് മലയിലൂടെ ചാലിലൂടെ കയറി മുകളിൽ ചെന്നപ്പോൾ ഒരു തോട്ടമുണ്ട്. ആ തോട്ടത്തിനകത്ത് ഒരു കാവൽ മാടമുണ്ട്, ഒരു ചക്കുണ്ട്. അവിടെ ചെന്ന് കാവൽ മാടത്തിൽ 8 ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിപ്പിൻ. അനന്തരം 3 ശിഷ്യന്മാരെയും കൊണ്ട് കർത്താവ് ഒരുപടി കൂടെ മുന്നോട്ട് പോയി. അവിടെ ചെന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ അയപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കണം എന്ന്. പക്ഷേ ഇപ്പോൾ യഥാർത്ഥത്തിൽ പരീക്ഷിക്കപ്പെടാൻ പോകുന്നത് യേശുക്രിസ്തുവാണ്. അവൻ തന്നെ പരീക്ഷിക്കപ്പെടുകയാണ്. പക്ഷേ പറയുന്നത്, നിങ്ങൾ പരീക്ഷയിൽ അയപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കണം. ഇപ്പോൾ നാം പ്രായേണ പത്രം വായിച്ചാൽ, അനുദിന വാർത്തകൾ കേട്ടാൽ മനസ്സിലാകുന്നത്, ലോകത്തിലെ സാംസ്കാരിക നായകന്മാർ, മത നേതാക്കന്മാർ, കലാകാരന്മാർ തുടങ്ങി എല്ലാവരും ഒരുപോലെ മറ്റുള്ളവരോട് പറയുന്നത്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ്. മത നേതാക്കന്മാരും പറയുന്നത്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ്. മഹാനായ മാർപ്പാപ്പായും പറയുന്നത്, ബലഹീനദാസനായ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. നമ്മുടെ ബിഷപ്പന്മാർ പറയുന്നത്, ബലഹീനദാസനായ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. നമ്മുടെ പാഷരന്മാരും ഉപദേശിമാരും പറയുന്നത്, ബലഹീനദാസനായി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ എന്നൊക്കെയാണ്. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ലോക ചരിത്രത്തിൽ മാനവാവതാരം ചെയ്തു വന്നതിൽ
മശിയ മാത്രമാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മറ്റു മനുഷ്യരോട് ആവശ്യപ്പെടാത്ത ഒരേ ഒരു പുരുഷൻ. നിങ്ങൾ പരീക്ഷയിലാപ്പെടാതിരിപ്പാം, നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിപ്പിൻ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവിടെ അരുളി ചെയ്തില്ല. ഇങ്ങനെ കർത്താവ് അല്പം കൂടെ മുന്നോട്ട് ചെന്ന് അവിടെ മുട്ടുകുത്തി അവിടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പവിത്രയുടെ പര്യായമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേൽ ലോകത്തിൻ്റെ പാപം ഒന്നടങ്കം പെയ്തിറങ്ങിക്കൊണ്ടേയിരുന്നു. അങ്ങനെ മാനവശാദിയുടെ ജനിക്കുവാനുള്ള പുരുഷാന്തരത്തിന് മുഴുവൻ പാപവും അവന് മേൽ പെയ്തിറങ്ങിക്കൊണ്ടേയിരുന്നു. പാപം പെയ്തിറങ്ങി വന്നപ്പോൾ ദൈവപുത്രനായ യേശു ക്രിസ്തു ക്ഷീണിതനായി ആ അലറി വരുന്ന ആഴികൾ നമ്പരന്ന് പോകാത്ത ആ ഞാഞ്ഞം വിട്ടിച്ചു വരുന്ന പ്രചണ്ഡവാദം കണ്ട് പ്രശാന്തതയിൽ അവയെല്ലാം പ്രതിഷ്ഠിച്ച മരിച്ച ശവങ്ങളെ തൻ്റെ നേരെ കൊണ്ടുവന്നാൽ അവയെല്ലാം ജീവിച്ചെഴുന്നേൽപ്പിച്ച് വിട്ട കർത്താവ് ഇപ്പോൾ തൻ്റെ മേൽ പാപം ഒരുപോലെ ചുമത്തപ്പെട്ടപ്പോൾ അവിടുന്ന് ഏതാണ്ട് പരീക്ഷീണിതനായി വന്നു. പ്രവാചകനായ യേശയ്യാ പണ്ടേ പറഞ്ഞതാണ്, യഹോവ നമ്മുടെ എല്ലാവരുടെയും അതിക്രമം അവൻ്റെ മേൽ ചുമത്തി, പാപം ചുമത്തിയ നിമിഷം. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു പാപം ചുമത്തപ്പെട്ടപ്പോൾ ഒന്ന് ബലഹീനരായ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ, അവർക്ക് സദൃശമായി തീരുവാൻ അവൻ ബലഹീനനായി. രണ്ട്, അവനിപ്പോൾ പാപം ചുമത്തപ്പെട്ടപ്പോൾ പാപമാക്കപ്പെട്ടു. അപ്പോൾ പാപം ചെയ്യാത്ത ക്രിസ്തു മരിക്കുമോ? ഉത്തരം, പാപമാക്കപ്പെട്ടതിനാൽ മരിക്കാനുള്ള അർഹത നേടി. ഒന്ന്, ദൈവം മരിക്കയില്ല, മനുഷ്യാവതാരം കൊണ്ട് മരിക്കുവാനുള്ള അർഹത നേടി. രണ്ട്, പാപം ചെയ്യാത്ത ക്രിസ്തു മരിക്കുമോ? ഇല്ല. ഇപ്പോൾ പാപം ചുമത്തപ്പെട്ടപ്പോൾ മരിക്കാനുള്ള അർഹത കർത്താവ് നേടുകയുണ്ടായി. പാപമാക്കപ്പെട്ടു. പാപം അറിയാത്തവന് ദൈവം അവനിൽ നാം ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമാക്കിയിരിക്കുന്നു. അങ്ങനെ കർത്താവ് പാപമാക്കപ്പെട്ടാണ് ഗത്സമനയിൽ നിന്ന് പുറത്തു വരുന്നത്. ഗത്സമനയിൽ നിന്ന് പുറത്തു വന്ന കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ വടിയും ദീപട്ടികളും എന്തിയ പുരുഷാരം, വമ്പിച്ച പുരുഷാരം, റോമൻ പടയാളികൾ, അതുപോലെ തന്നെ യഹൂദ മതത്തിൻ്റെ കാവൽ പടയാളികൾ, രണ്ട് കൂട്ടരും കൂടെ ദീപട്ടികൾ, വാളും വടിയും ഒക്കെ ആയിട്ട് വന്നു. യേശു ക്രിസ്തു, നിങ്ങൾ ആരെ തിരയുന്നു? നസറായനായ യേശുവിനെ. ഞാൻ തന്നെ ഭീരുത്വം ഒരിക്കലും അവിടുത്തെ കീഴില്ല. ബലഹീനനായിട്ട് വന്നിട്ടും അവിടുത്തെ ബലം അവിടുന്ന് പ്രകടിപ്പിക്കുകയുള്ളൂ. നിങ്ങൾ ആരെ തിരയുന്നു? നസറായനായ യേശുവിനെ. അത് ഞാൻ തന്നെ. അധികാരമുള്ള ശബ്ദം, അധരപുടങ്ങൾ അടർന്നു വീണാൽ ആയുധവേന്തി വന്ന പടയണി ആയുധം നിലത്തിട്ട് അബോധാവസ്ഥയിൽ ആണ്ട് വീഴവേ ആർദ്രചിത്തനായ യേശു ക്രിസ്തു ആവർത്തിച്ച് ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? നസറായനായ യേശുവിനെ. അത് ഞാൻ തന്നെ എന്ന് പറഞ്ഞില്ലയോ? എന്നെ പിടിച്ചുകൊള്ളുവിൻ, ഇവർ പോകട്ടെ. എന്നെ അനുഗമിക്കുന്ന വമ്പിച്ച ജനകോടികൾ വെറുതെ വിടപ്പെടണം. എന്നെ പിടിച്ചുകൊള്ളുക. പാപത്തിൻ്റെ പരിഹാരാർത്ഥം വന്ന, പാപത്തിൻ്റെ ബലിയാടായി വന്ന എന്നെ പിടിച്ചുകൊള്ളുവിൻ, ഇവർ പോകട്ടെ. കർത്താവ് പറഞ്ഞു. അവനെ അവർ പിടിക്കുകയുണ്ടായി. വിശദീകരിക്കുന്നില്ല. 3 മതകോടതികൾ, 3 സിവിക് കോടതികൾ കർത്താവ് വിസ്തരിക്കപ്പെട്ടു. ഇങ്ങനെ 6 കോടതികൾ വിസ്തരിക്കപ്പെട്ട കർത്താവ് ഒടുവിലായി വരികയാണ്. ഇപ്പോൾ ഞാൻ 2-3 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ദൈവം മരിക്കുമോ? ഇല്ല. മനുഷ്യാവതാരം കൊണ്ട് യേശു ക്രിസ്തു മരിക്കാനുള്ള അർഹത നേടി. രണ്ടാമത്, പാപമില്ലാത്തവൻ മരിക്കുമോ? മനുഷ്യാവതാരം മാത്രമല്ല, പാപം ചുമത്തപ്പെട്ട് മരിക്കുവാനുള്ള അർഹത നേടി. മൂന്നാമത്, കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തെ രക്ഷിക്കുമ്പോൾ എങ്ങനെ മരിക്കണമെന്ന് കൂടെ പറഞ്ഞു. മരണവിധം. കർത്താവ് പറഞ്ഞത്, ഞാൻ വന്നത് കുരിശന്മേൽ മരിക്കാൻ. ഇപ്പോൾ ഞാൻ യെരുശലേമിലേക്ക് പോകുന്നു. നിങ്ങളുടെ മൂപ്പന്മാരെന്നെ പിടിക്കും, അവരെന്നെ തല്ലും, അവരെന്നെ കൊല്ലും. ഞാനോ 3-ാം നാൾ ഉയർത്തി നിൽക്കും. അപ്പോൾ കർത്താവ് പറഞ്ഞത്, ഞാൻ ഇപ്പോൾ പോകും, നിങ്ങളെന്നെ പിടിക്കുമെന്നല്ല പറഞ്ഞത്, നിങ്ങളെന്നെ ക്രൂശിച്ചു കൊല്ലും. അപ്പോൾ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു കൊല്ലുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രൂശിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ ക്രൂശ് മരണം നിന്ദ്യമാണ്. ബൈബിളിൽ തന്നെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങളിൽ പറയുന്നത്, ക്രൂശ് മരണം യഹൂദനെ സംബന്ധിച്ച് ശാപവും ഇടർച്ചയുമാണ്. യഹൂദന്മാർക്ക് അത് ശാപവും ഇടർച്ചയുമാണെങ്കിൽ മറ്റുള്ളവർക്ക്, യവനന്മാർക്ക് അത് ഭോഷത്വമാണ്. റോമന് ബലഹീനമാണ്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ഇപ്പോൾ മരിക്കാൻ വന്നു എന്ന് പറയുമ്പോൾ ക്രൂശിൽ മരിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ യഹൂദന്മാർക്ക് ഇടർച്ചയും ശാപവുമായ, യവനന്മാർക്ക് ഭോഷത്വമായ, അതുപോലെ തന്നെ റോമാക്കാർക്ക് ബലഹീനമായ, ലോകത്തിന് ത്യാജ്യമായ കുരിശ്. റോമാക്കാർ പറഞ്ഞു, ഒരു കുരിശ് അതാണോ? നമ്മുടെ ചിന്തയിൽ നിന്ന് പോലും അകന്നു പോകട്ടെ. കുരിശിൽ മരിച്ച് മനുഷ്യനെ രക്ഷിക്കുക. ഭോഷത്വമെന്ന് യവനന്മാർ വിധി എഴുതി. പക്ഷേ ലോകജ്ഞാനത്തെ ഭോഷത്വമാക്കിയ ദൈവപുത്രനായ യേശു പറഞ്ഞു, ഞാൻ വന്നത് കുരിശിൽ മരിക്കണം. എന്തുകൊണ്ട് ക്രിസ്തു മരിക്കണം? ഇവിടെ ഒരു പ്രമേയത്തിൻ്റെ ചർച്ചയിൽ ഞാൻ അടുത്ത ഭാഗം പറയുന്നതിന് മുമ്പ് ഒരു വിശദീകരണം വേണം. എന്തുകൊണ്ട് യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുന്നു? ഉത്തരം ഇതാണ്. യേശു ക്രിസ്തു റോമൻ സാമ്രാജ്യത്തിൽ ജനിച്ചവനാണ്. റോമൻ സാമ്രാജ്യം ജനിക്കുക മാത്രമല്ല, ഒരുപക്ഷെ റോമൻ കൈസർ കരവും കൊടുത്തിട്ടുണ്ടാകാം. അങ്ങനെ റോമാ സാമ്രാജ്യ സീമയിൽ ജനിച്ചതുകൊണ്ട് അവിടുത്തെ റോമൻ പൗരനെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. രണ്ടാമത്, അദ്ദേഹം യഹൂദ പരമ്പരയിൽ ജനിച്ചവനാണ്. അപ്പോൾ പ്രമാണമനുസരിച്ച് അദ്ദേഹം യഹൂദനുമാണ്. അപ്പോൾ യഹൂദന്മാരുടെ വിധി അനുസരിച്ച് അദ്ദേഹം ദൈവാലയത്തിലേക്ക് കരം കൊടുക്കണം. അപ്പോൾ അദ്ദേഹം റോമൻ കൈസർക്കും കരം കൊടുക്കണം, ദൈവാലയത്തിലേക്ക് യഹൂദ നിയമം അനുസരിച്ചും കൊടുക്കണം. ഇങ്ങനെ യഹൂദ
പൗരനായ റോമൻ പൗരനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവനെ ഗവർണർ പിലാത്തോസ് വിസ്തരിക്കുമ്പോൾ കർത്താവായ യേശുവിനെ കുറിച്ച് അവർ വിധി പറഞ്ഞത് ക്രൂശിക്കണം എന്നാണ്. മറ്റൊരു ദൃഷ്ടാന്തം പറയാം. റോമൻ പൗരനെന്ന് അവകാശപ്പെട്ട പൗലൂസിനെ ഒരിക്കൽ ഫിലിപ്പിയിൽ വെച്ച് പിടിക്കുകയുണ്ടായി. പിടിച്ചപ്പോൾ അവൻ ഉടനെ ചോദിച്ചത് ഇങ്ങനെയാണ്: വിസ്താരം കഴിയാത്ത റോമാ പൗരനായ എന്നെ നിങ്ങൾ കോലുകൊണ്ട് അടിച്ച് വെറുതെ വിടുന്നുവോ? ഉടനെ റോമൻ ജയിലർ പറഞ്ഞു, അറിയാതെ ചെയ്തത് അവതാ പറഞ്ഞ് രക്ഷപ്പെടുകയുണ്ടായി. അനന്തരം അദ്ദേഹത്തെ പിന്നൊരിക്കൽ റോമൻ ശതാധിപൻ പിടിക്കുകയുണ്ടായി. പിടിച്ച് അദ്ദേഹത്തിൻ്റെ കൈ വാറുകൊണ്ട് കെട്ടി അദ്ദേഹം ചാട്ട കൊണ്ട് അടിക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, വിസ്താരം കഴിയാത്ത റോമാ പൗരനായ എന്നെ നിങ്ങൾ എന്തുകൊണ്ട് വാറുകൊണ്ട് കെട്ടുന്നു, ചാട്ട കൊണ്ട് അടിക്കുന്നു? റോമൻ ശതാധിപൻ ഭയപ്പെടുകയും സഹസ്രാധിപനോട് പറയും. അദ്ദേഹം ഒടുവിൽ ക്ഷമാപണം ചെയ്ത് റോമൻ പൗരനെ വിടുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ, ഓ റോമൻ പൗരനെ വാറുകൊണ്ട് കെട്ടരുത്, ചാട്ട കൊണ്ട് അടിക്കരുത്, കുരിശ് തറയ്ക്കരുത്. അതുപോലെ തന്നെ ഒരു യഹൂദനെ അവൻ്റെ പേരിൽ ഉന്നയിക്കപ്പെട്ട കുറ്റം, ക്രിസ്തു എന്ത് കുറ്റം ചെയ്തു എന്ന് മഹാപുരോഹിതൻ പറഞ്ഞിരിക്കുകയാണ്. ദൈവദൂഷണത്തിൽ ലേവ്യ പുസ്തകം പറയുന്ന കുറ്റം കല്ലെറിഞ്ഞു കൊല്ലാനാണ്. പക്ഷേ ഇനി കർത്താവായ യേശു ക്രിസ്തുവിനെ വിസ്തരിക്കുന്ന ഗവർണർ പിലാത്തോസിൻ്റെ അടുക്കലേക്ക് ഞാൻ നിങ്ങളെ ആനയിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മതകോടതികളിൽ വിസ്തരിക്കപ്പെട്ടു. 6ാമത്തെ കോടതി, ആ സിവിൽ കോടതിയിൽ വിസ്തരിക്കപ്പെട്ട കർത്താവ് ഇപ്പോൾ പിലാത്തോസിൻ്റെ ഒരു ആഗ്രഹം എങ്ങനെയെങ്കിലും വിട്ടയക്കണം. കാരണം അവൻ കുറ്റം ഒന്നും ചെയ്തിട്ടില്ലെന്ന് മനസ്സിലായി. പക്ഷേ യഹൂദന്മാർ അദ്ദേഹത്തെ ക്രൂശിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ പിലാത്തോസ് വിചാരിച്ചു, യഹൂദന്മാരുടെ നിയമാവലി അല്ലാതെ റോമ ശിക്ഷ അനുസരിച്ച് ഇവനെ ശിക്ഷിക്കാമെന്ന്. അപ്പോൾ യഹൂദന്മാരുടെ നിയമാവലി അനുസരിച്ചുള്ള 140 അടിക്ക് പകരം റോമൻ അടികളാണ് അദ്ദേഹം വിധിച്ചത്. അങ്ങനെ റോമൻ പടയാളികൾ റോമൻ നിയമപ്രകാരം അവനെ അന്തോണിയ കോട്ടയ്ക്കകത്ത് കൊണ്ടുവന്ന് അടിക്കുകയുണ്ടായി. ആ റോമൻ ചരിത്രമനുസരിച്ച് ആ റോമൻ പടയാളികൾ മാറി മാറി നമ്മുടെ കർത്താവിനെ അവർ അടിക്കുകയുണ്ടായി. അടിക്കുവാൻ ചാട്ട, ഫാഷൻ ഓഫ് ക്രൈസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുള്ളവർക്കറിയാം. ആ ചാട്ടയ്ക്ക് അനേക ശാഖകൾ, ഉപശാഖകൾ. ഓരോ ചാട്ട അഗ്രത്തിലും വെട്ടിയെടുത്ത ചിത്രശലഭ ആകൃതിയിലുള്ള തകടുകളും അസ്ഥി കഷണങ്ങളും എല്ലും കോലും ഒക്കെ ഉണ്ടായിരിക്കും. അത് ചുറ്റിപ്പിണഞ്ഞ് മാംസത്തുണ്ടിൽ പറ്റിപ്പിടിക്കുകയും വലിച്ചെടുത്താൽ പുറത്തു വരികയും, അപ്പോൾ മാംസം പറഞ്ഞ് പുറത്തു വന്നാൽ അവിടെ രക്തം വന്ന് കെട്ടും. കുറേ കഴിഞ്ഞ് നീല നിറം വരും, പിന്നെ വെള്ളം കെട്ടും, ശരീരം ചീർത്ത് വലുതാകും. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അങ്ങനെ യേശു മുൾക്കിരീടവും ധൂമ്രവസ്തുവും ധരിച്ച് പുറത്തു വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ യേശു എന്ന് പറഞ്ഞ റോമൻ പടയാളികളാൽ അടിക്കപ്പെട്ട് ഒരുപക്ഷെ അടിയേറ്റ പാടുകളിൽ നിന്ന് ചുടുന്നണം ഒഴുകവേ നീലിമയാർന്ന ശരീരം, അതുപോലെ തന്നെ വടുക്കളിൽ നിന്ന് ചുടുന്നണം ഒഴുകുക, അതോടൊപ്പം നീര് കൊണ്ട് ചീർത്ത ശരീരം. അങ്ങനെ പുറത്തു വന്ന കർത്താവായ യേശു ക്രിസ്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു റോമൻ പടയാളി മുള്ളുകൊണ്ടൊരു കിരീടം മടഞ്ഞ് തലയിൽ വെച്ച് ഒരടി കൂടെ അടിച്ചിട്ട്, യഹൂദന്മാരുടെ രാജാവല്ലേ ഇരിക്കട്ടെ കിരീടം. മറ്റൊരുത്തൻ പറഞ്ഞു, എന്നാലൊരു ചെങ്കോലും ഇരിക്കട്ടെ. ആ ചെങ്കോലും കൊടുത്ത് ഒരടിയും കൂടെ. പിന്നെ അവർ അടിച്ച് തന്നെ പിലാത്തോസിൻ്റെ അടുക്കള അണയിച്ചു. അങ്ങനെ യേശു ക്രിസ്തു മുൾക്കിരീടം ധരിച്ച് ഞാങ്ങണ ചെങ്കോൽ പഠിച്ച് അർദ്ധനഗ്നനായി ആപാത ചുടം കൊണ്ട് അടികളിൽ നിന്ന് ചുടനം കൊടുക്കുന്നതിനവനായി പിലാത്തോസിൻ്റെ കൽത്തളം, ആ കൽത്തളം ചോരക്കുളം, ആ ചോരക്കുളത്തിൽ പ്രതിബിംബിച്ച് നിൽക്കുന്ന നസറായനായ യേശു ക്രിസ്തുവിനെ കണ്ടിട്ട് പിലാത്തോസ്, ആ മനുഷ്യനിതാ വിശദീകരിക്കാൻ സമയം പോരാ, ഒരുപക്ഷെ ഞാൻ ചുരുങ്ങി ഇങ്ങനെ പറയാം. ആ മനുഷ്യനിതാ യവനന്മാരെ കാലങ്ങൾ കൊണ്ട് അരിസ്റ്റോട്ടിൽ, അദ്ദേഹത്തിൻ്റെ ഗുരുവായ പ്ലേറ്റോ തുടങ്ങിയുള്ളവർ അന്വേഷിച്ച ആ ഫിലോസഫർ കിങ്, ജെന്റിൽമാൻ അരിസ്റ്റോട്ടിൽ, നീ കണ്ടുപിടിക്കാൻ ശ്രമിച്ച ആ ജെന്റിൽമാൻ ഒരുപക്ഷെ കാലം ഇപ്പുറത്താണെങ്കിൽ നീക്ഷേ പറഞ്ഞ ആ സൂപ്പർമാൻ, ആ മനുഷ്യനിതാ, ഒരു മനുഷ്യൻ എങ്ങനെ ഇരിക്കണം, നടക്കണം, ഉണ്ണണം, ഉറങ്ങണമെന്നൊക്കെ എഴുതി വെച്ചു അരിസ്റ്റോട്ടിൽ. ആ നല്ല മനുഷ്യൻ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ പിലാത്തോസ് ചൂണ്ടിക്കാണിച്ചതാ ആ നല്ല മനുഷ്യൻ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു നല്ല മനുഷ്യനെ തെരഞ്ഞുപിടിച്ച് കണ്ടെത്താൻ കഴിയാത്ത, പരാജയപ്പെട്ടു പോയ പ്രാചീന ഗ്രീസിലെ അക്കാഡമികളിൽ പഠിച്ച് ചേറി വന്ന ആ യവനായ പണ്ഡിത ലോകത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മറ്റൊരു ഗ്രേക്കനായ ലൂക്കോസ്, വേറൊരു ഗ്രേക്കനായ തെയോഫിലോസിനെ പോലെ തികഞ്ഞ മനുഷ്യനെ കണ്ടാലും അവനാണ് നസ്രായനായ യേശു. ഇപ്പോൾ റോമൻ ഗവർണർ പിലാത്തോസ് ചൂണ്ടിക്കാണിച്ചു, ആ മനുഷ്യൻ ഇതാ, ഇതിനപ്പുറം വിശദീകരിച്ച തികവുറ്റ കിടയറ്റ സമ്പൂർണനായ ആ മനുഷ്യൻ, പാപരഹിതമായ പവിത്രമായ പരത്തിൻ്റെ അവതാരമായ ആ മനുഷ്യനിതാ. മറുവശത്ത് നിന്നുകൊണ്ട് വേറൊരു വാക്ക് കേൾക്കാം, ഇവൻ ദൈവമാണ്, ദൈവപുത്രനാണ്. ഞാൻ പിന്നാലെ പറയും. അവൻ പ്രിയ സഹോദരന്മാരെ, ഇങ്ങനെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ വന്നു. മുൾക്കിരീടം ധരിച്ച് ഞാങ്ങണ ചെങ്കോൽ ധരിച്ച് ആപാത ചൂടം കൊണ്ട് അടികൾ കൊണ്ട് നിന്ന് പിലാത്തോസ് ന്യായമായി വരച്ചു. ഈ കോലത്തിൽ യേശുവിനെ കണ്ടാൽ യഹൂദന്മാർ ചിന്തിക്കും ഇതിനെ വെറുതെ വിട്ടേക്കാമെന്ന്. അതിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷേ എന്ത് ചെയ്യാം, മതത്തിനുണ്ടോ മനസാക്ഷി? ഏതെങ്കിലും കാലത്ത് മതത്തിന് മനസാക്ഷി ഉണ്ടായിട്ടുണ്ടോ?
മനസാക്ഷിയില്ലാത്ത ഈ മതമുണ്ടല്ലോ, ആ മതം പ്രഖ്യാപിച്ചത് അവനെ ക്രൂശിക്കുക. പിലാത്തോസ്, ഇവനെ ഞാൻ വിസ്തരിച്ചു, ഒരു കുറ്റവും കണ്ടില്ല. പിലാത്തോസ്, ഇവനെ ക്രൂശിക്കുക, ഇവന് കുറ്റം കാണുന്നില്ല. യഹൂദന്മാർ അവനെ ക്രൂശിക്കുക. പിലാത്തോസ് ഹേരോദാവിനെ വിസ്തരിച്ചു, ഒരു കുറ്റവും കണ്ടില്ല. യഹൂദന്മാർ അവനെ ക്രൂശിക്കുക. പിലാത്തോസ് ഉത്സവത്തൊരുത്തിനെ വിട്ടുതരുന്ന പഠിതമുണ്ട്. ഇവിടെ ഇതാ ബർബാസ്, ഇവിടെ ഇതാ ക്രിസ്തു. ആരെ വിട്ടുതരണം? യഹൂദന്മാർ ബർബാസിനെ വിട്ടുതരിക. പിലാത്തോസ്, എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്ത് ചെയ്യണം? യഹൂദന്മാർ അവനെ ക്രൂശിക്കുക. പിലാത്തോസ്, ഇവൻ ചെയ്ത ദോഷമെന്ത്? യഹൂദന്മാർ അവനെ ക്രൂശിക്കുക. പിലാത്തോസ്, ഇവൻ ചെയ്ത ദോഷമെന്ത്? കൃഷ്ണങ്ങളുടെ മറുപടി, ഇവൻ ചെയ്ത ദോഷമെന്ത്? പറയട്ടെ റോം, പറയട്ടെ വത്തിക്കാൻ, പറയട്ടെ ലോകം, പറയട്ടെ ഭാരതം. ഇവൻ ചെയ്ത ദോഷമെന്ത്? നിന്റെ വിശന്നവർക്ക് അപ്പം തന്നതാണോ? ദാഹിച്ചവർക്ക് ജീവജലത്തിൻ്റെ ഉറവ് തുറന്നതാണോ? മരിച്ചവർ ഉയർപ്പിച്ചതാണോ? കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തതാണോ? നിന്റെ ചെകിടന്മാർക്ക് കേൾവി നൽകിയതാണോ? നിന്റെ അവശന്മാരെ വിടുവിച്ചതാണോ? കുണ്ടറകളിൽ കിടന്നവരെ വിമോചിപ്പിച്ചതാണോ? ഇന്ത്യയിലെ അവർണ അടിമവർഗങ്ങൾക്ക് അക്ഷരം നൽകി, അറിവ് നൽകി, ആവേശം നൽകുവാൻ കാലത്തിലേറ്റ കാല കതിരവനായ ഈ കർത്താവായ യേശു ക്രിസ്തു, അല്ലയോ ഭാരതമേ, നിനക്ക് ചെയ്ത ദോഷമെന്ത്? ഇവൻ ചെയ്ത ദോഷമെന്ത്? കൃഷ്ണങ്ങളുടെ മറുപടി, ലോക മനസാക്ഷിയുടെ നീട്ടിപ്പിടിച്ച ദൈവനീതിയുടെ കുന്തമുന, ആ കുന്തമുന നിന്റെ നേരെ ചൂണ്ടു നിൽക്കുകയാണ്. ഇവൻ ചെയ്ത ദോഷമെന്ത്? പക്ഷേ യഹൂദന്മാർ മാടി പറഞ്ഞു, അവനെ ക്രൂശിക്കുക, ക്രൂശിക്കുക, ക്രൂശിക്കുക. ആക്രോശം പിലാത്തോസ് പിന്നെ ചെയ്തത് അവനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തു. വിശദീകരിക്കാൻ സമയം പോരാ. അങ്ങനെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് യഹൂദന്മാർ കയ്യേൽക്കുകയുണ്ടായി. ഇവിടെ ന്യായമായൊരു ചോദ്യം, യേശു ക്രിസ്തു എന്തിനാണ് മരിക്കേണ്ടത്? ഒരുത്തിനെയും എന്തിനു വേണ്ടിയാണ് മരിക്കേണ്ടത്? രക്ഷിക്കാൻ വേണ്ടി മരിക്കേണ്ടത് എന്തിനാണ്? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ദൈവമെന്ന് പറഞ്ഞാൽ അവൻ നീതിമാനാണ്. നീതിമാനായ ദൈവത്തിന് പാപിയെ ശിക്ഷിക്കാതിരിക്കാൻ കഴിയില്ല. റോമാലേഖനം 3-26 മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിട്ടാൽ ദൈവം ആരെന്ന് വരും? ആരെന്ന് വരും? ദൈവം എനിക്ക് അറിഞ്ഞിട്ട് തന്നെയാണ് ചോദിക്കുന്നത്, ഉത്തരം നിങ്ങളോട് ചോദിക്കുന്നതല്ല. അതുകൊണ്ട് ഇവിടെ പറഞ്ഞത്, ദൈവം മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിട്ടാൽ ദൈവം ആരാകും? പാപത്തിൻ്റെ ശമ്പളം മരണം എന്ന് പ്രഖ്യാപിച്ച ദൈവനീതി ശിക്ഷിക്കാതെ വിട്ടാൽ ദൈവം അനീതിയുള്ളവനെന്ന് വരും. അത് വരാതിരിക്കണമെങ്കിൽ ദൈവം പാപങ്ങളെ ശിക്ഷിക്കണം. അപ്പോൾ ദൈവം പാപിയെ ശിക്ഷിച്ചേ തീരുകയുള്ളൂ. പാപിയെ ശിക്ഷിക്കുമോ? അതിനുവേണ്ടിയാണ് എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിക്കുക. ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിലെ പ്രത്യയശാസ്ത്രം ഇതാണ്. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിക്കുക. അത് ദൈവത്തിന് മരിക്കാൻ അർഹതയുള്ളവൻ, കാരണം ഇവിടെ നിന്ന് ഇല്ലാത്തത് കൊണ്ട് മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആളത്വത്തിൽ തന്നെ അവതരിച്ച് വന്നതുകൊണ്ട് ഇവനെ രക്ഷിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ദൈവം തന്നെ അരുളിച്ചത്, ഇവന് ചെവി കൊടുക്കണം. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന് ചെവി കൊടുക്കണം. ഇവനാണ് രക്ഷിക്കുവാൻ കഴിയുന്നവൻ. അപ്പോൾ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ വന്ന കർത്താവായ യേശു ക്രിസ്തു, അവൻ മരിക്കണം. ഇതാണ് അവനെക്കുറിച്ചുള്ള വിധി. ദൈവം അനുവദിച്ചില്ലെങ്കിൽ ക്രിസ്തു മരിക്കുമോ? ദൈവം അനുവദിച്ചു, നീ മരിക്കണം. യേശു ക്രിസ്തു സമ്മതിച്ചു, മരിക്കാൻ തയ്യാറാണ്. ഇല്ലെങ്കിൽ അവൻ മരിക്കുമോ? മൂന്നാമത് ലോകജനതയുടെ കോടതി പറഞ്ഞു, ഇവൻ മരിക്കണം. 4 യഹൂദ മതകോടതി പറഞ്ഞു, ഇവൻ മരിക്കണം. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിക്കുക. അഖില ലോക ജനകോടികളുടെ ഭൂതവർത്തമാന ഭാവികാലങ്ങൾ ജനിക്കുവാനുള്ള സമസ്ത ജനകോടികളുടെയും പാപം ഒന്നടങ്കം ചുമത്തപ്പെട്ട കർത്താവ് ഇപ്പോൾ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്തുവാൻ നടന്നു പോകുകയാണ്. വിശദീകരിക്കുവാൻ സമയം പോരാ, അപ്പുറത്തേക്ക് വരികയാണ്. ഇങ്ങനെ നമ്മുടെ കർത്താവ് ക്ഷീണിച്ച തൂണിൽ ഭാരിച്ച ക്രൂശിൻ ചുമന്ന് തലയിൽ മുക്കിയിടം വെച്ച് ഞാങ്ങണ ചെങ്കോൽധാരിയായി നടന്നു പോകുന്നു. 2 ഗറില്ല പോരാളികൾ, സമം ശിക്ഷാവിധിക്ക് വിധിക്കപ്പെട്ടവർ, 2 പേരും കൂടെ ഒപ്പം നടന്നു നീങ്ങവേ അവൻ മെല്ലെ നടക്കുന്ന, വീണ് എഴുന്നേറ്റ് വേച്ച് കിതച്ചു പോകുന്ന നസറായനായ യേശു, അടിച്ചടിച്ച് നടത്തിയ റോമൻ പടയാളികൾ, തെറിച്ച് വീഴുന്ന ചോരയുടെ തുള്ളികൾ, കൃഷ്ണൻകുട്ടി തെറിച്ച് വീഴുന്ന ചോരയുടെ തുള്ളികൾ, ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനുള്ള രക്താർപ്പണം. ഇങ്ങനെ കർത്താവായ യേശു ക്രിസ്തു നേരെ ഗൊൽഗോഥാ മേട്ടിൻപുറത്ത് അവിടെ എത്തി. 2 കള്ളന്മാരെ അപ്പുറവും ഇപ്പുറവും, ഒരുത്തനെ യേശുവിനെ നടുവിലുമായി അങ്ങനെ കിടത്തിയ കുരിശിൽ യേശുവിനെ മലർത്തി കിടത്തി. അവിടുത്തെ പവിത്രമായ പാണികൾ കുരിശിനോട് ചേർത്ത് വെച്ച് റോമൻ പടയാളികൾ കാരിനും പാണി വെച്ച് ആഞ്ഞടിക്കുകയുണ്ടായി. ആഞ്ഞടിച്ചപ്പോൾ പ്രിയ സ്നേഹിതരെ, അനേകം ആളുകളുടെ വിശപ്പടക്കുവാൻ അപ്പം നുറുക്കിക്കൊടുത്ത അനുഗ്രഹീത
അനുഗ്രഹീതമായ സമ്പുഷ്ട പാണികളിൽ വിശപ്പടക്കുവാൻ അനുമതിയായ അനുഗ്രഹീത പാണികളിൽ കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയ സംശുദ്ധ പാണികളിൽ അനേക രോഗികളെ സൗഖ്യമാക്കിയ സൗഖ്യദായക പാണികളിൽ കുരുടന്റെ കണ്ണ് കാഴ്ച കൊടുക്കുവാൻ ചേറുകുടച്ച ആ ഹസ്തങ്ങളിൽ റോമൻ പടയാളി കാരിരുമ്പിൻ്റെ ആണി വെച്ച് ആഞ്ഞടിച്ചപ്പോൾ ഉണ്ടായതായ ശബ്ദമല്ലേ 2000 ആണ്ടുകൊണ്ട് നമ്മുടെ പള്ളി മണികളിലൂടെ മുഴങ്ങി കാലത്തിലൂടെ മുന്നേറി നമ്മുടെ കാതുകൾ ഇരച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി പത്തനംതിട്ടയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, 2000 ആണ്ടുകൊണ്ട് കാൽവരിയുടെ മുറ്റത്തിൻപുറത്ത് നസറാന യേശു ക്രിസ്തുവിന് റോമൻ പടയാളി ആഞ്ഞടിച്ചപ്പോൾ ഉണ്ടായ ശബ്ദമല്ലേ 2000 ആണ്ടിൻ്റെ മതശബ്ദം, പള്ളി മണികളുടെ മുഴക്കം, മരണമണിയുടെ മുഴക്കം. യേശു ക്രിസ്തു മരിച്ചു അല്ല, ക്രൂശിച്ചതേ ഉള്ളൂ. അങ്ങനെ ക്രൂശിൽ അവനെ ചേർത്ത് നിർത്തുകയുണ്ടായി. ക്രൂശിക്കാൻ എടുത്ത് നിർത്തി അവൻ്റെ മേൽ എഴുതി വെച്ചു ഒരു മേലെഴുത്ത്. എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നസറായനായ യേശു യഹൂദന്മാരുടെ രാജാവ്. ഇപ്പോഴും ഞങ്ങളുടെ യോഗം നടന്ന ചിലർക്ക് പ്രതിഷേധമുള്ളതുപോലെ അന്നും ചിലരൊക്കെ കൂടെ പ്രതിഷേധിച്ചു. ഇവൻ അങ്ങനെ പറഞ്ഞു എന്നെഴുതണം. പിലാത്തോസ് പറഞ്ഞു, ഞാൻ ഗവർണറാണ്, എഴുതിയത് എഴുതി തന്നെയാണ്, നീ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞ് വിടുകയും എഴുതിയത് എഴുതി തന്നെയാണെന്ന് പറയുകയും ചെയ്തു. ആ മേലെഴുത്ത് അവിടെയുണ്ട്. ലൂക്കോസ് പറയുന്നത്, കടന്നു പോകുന്നവരെല്ലാം യേശുവിനെ ക്രൂശിച്ച ആ സ്ഥലം നഗരത്തിന് സമീപമാകയാൽ കടന്നു പോകുന്നവരെല്ലാം ഈ മേലെഴുത്ത് വായിച്ചു. കൃഷ്ണൻകുട്ടിയുടെ വ്യാഖ്യാനം, കടന്നു പോകുന്നവരെല്ലാം ഈ മേലെഴുത്ത് വായിക്കും. 3 ഭാഷകൾ: എബ്രായ, റോമാ, യവന. മതത്തിൻ്റെ ഭാഷ എബ്രായ, റോമാഭവന ഭാഷ അത് രാഷ്ട്രത്തിൻ്റെ ഭാഷ, അത് കഴിഞ്ഞ് യവനായ ഭാഷ, ശാസ്ത്രത്തിൻ്റെ ഭാഷ, തത്വചിന്തയുടെ ഭാഷ. 3 ഭാഷയിലും കൂടെ വായിക്കാവുന്ന ഒറ്റ മേലെഴുത്ത് നസറായനായ യേശു യഹൂദന്മാരുടെ രാജാവ്. ഏതവനും വായിക്കണം. കടന്നു പോകുന്ന എല്ലാവരും കാലപ്പെരുവഴിയിലൂടെ കടന്നു പോകുന്നവനെല്ലാം വായിക്കുവാൻ കാൽവരിയിലെ ക്രൂശിൽ, കുന്നിൻ്റെ മുകളിൽ, നാട്യകുരിശിൻ്റെ മുകളിൽ കനകലിപികൾ അങ്കിതമായിരിക്കുന്ന ഈ മേലെഴുത്ത് വായിക്കാതെ ഒരുത്തൻ പോലും ഇവിടം വിട്ടു പോകുകയില്ല. നീ ആസ്തികനാണോ നാസ്തികനാണോ, നീ ക്രിസ്തു വിദ്വേഷിയാണോ സ്നേഹിതനാണോ, വിശ്വാസിയാണോ അവിശ്വാസിയാണോ, കൃഷ്ണൻകുട്ടി ചോദ്യമില്ല. ഈ ലോകത്തിലൂടെ കടന്നു വന്ന് പോയെങ്കിൽ നീ ഇത് കേൾക്കണം, ഇത് വായിക്കണം. വിടുകയാണ് ഇവിടം. അങ്ങനെ എല്ലാവരും മേലെഴുത്ത് വായിച്ചു. യേശു ക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ ഉറക്കെ നിലവിളിച്ചു. നസറായനായ യേശുവിൻ്റെ ഉറച്ച നിലവിളി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. യേശുവിൻ്റെ ഉറച്ച നിലവിളി, ആ ഉറച്ച നിലവിളി മത്തായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഉറച്ച നിലവിളിയിൽ കുലുങ്ങാത്ത ഭൂമിയില്ല, ആ ഉറച്ച നിലവിളിയിൽ കീറാത്ത പാറയില്ല, ആ ഉറച്ച നിലവിൽ ദൈവാലയത്തിന് തിരശ്ശീല, സ്വർഗത്തിലെ ദൈവത്തിന് ഭൂമിയിൽ പ്രതിഷ്ഠിച്ച ഒരേ ഒരു ദൈവാലയം യെരുശലേം. ആ യെരുശലേം ദൈവാലയത്തിന് പവിത്രമായ ദൈവാലയത്തിൻ്റെ പവിത്രമായ തിരശ്ശീല, അടിക്കണക്ക് ഇഞ്ച് കണക്കിന് കട്ടിയുള്ള ഈ തിരശ്ശീല മേൽതൊട്ട് അടിയ 2 ചീന്തിപ്പോയി. എല്ലാം അടിയോട് ചീന്തിപ്പോയി, 2 ചീന്തി. കർത്താവായ യേശു ക്രിസ്തു പിന്നെ ഉറക്കെ നിലവിളിച്ചു. ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. അങ്ങനെ ഭൂമിയെ കുലുക്കിയ, ഭൂമിയെ ഞടുക്കിയ, അതുപോലെ കാദേശം ഒരുവനെ നടുക്കിയ, വനങ്ങളെ തോലുരിച്ച, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവപുത്രന്റെ ദീനരോധനം, ദീനരോധനം, ദീനരോധനം ഇന്നും ആ കാൽവരിയുടെ കുന്നിൻ പുറത്ത് നിന്ന് മുഴങ്ങി നമ്മുടെ മനസ്സാക്ഷികൾ മുട്ടി വിളിക്കുകയല്ലേ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ദൈവപുത്രൻ കാൽവരിയിലെ ക്രൂശിൽ മരിക്കുമ്പോൾ മറ്റൊരു ശബ്ദം കേൾക്കാം: നീ ഇസ്രായേൽ രാജാവാണെങ്കിൽ ക്രൂശിൽ നിന്നിറങ്ങി വന്നാൽ വിശ്വസിക്കാം. പടയാളികൾ അങ്ങനെ പറഞ്ഞു, പുരോഹിതന്മാർ അങ്ങനെ പറഞ്ഞു, കടന്നു പോകുന്നവരെല്ലാം പറഞ്ഞു, ക്രൂശിൽ കള്ളന്മാരിൽ ഒരുത്തനും പറഞ്ഞു, ന്യായമായി എല്ലാവരും പറഞ്ഞു. പക്ഷേ ഒരു കാര്യം, എന്തുകൊണ്ട് യേശു ക്രൂശിൽ നിന്നിറങ്ങി വന്നില്ല? ഒരുപക്ഷെ അനവധിയായിരിക്കുന്ന അത്ഭുതങ്ങൾ കൊണ്ട് വിസ്മയിപ്പിച്ച നസറായനായ യേശു ക്രിസ്തുവിന്, മരിച്ചവരെ മടക്കി വരുത്തുവാൻ കഴിഞ്ഞ നസറായനായ യേശു ക്രിസ്തുവിന് ഈ മതത്തിൻ്റെ മനസാക്ഷി അനുസരിച്ചുള്ളതല്ലാത്ത ഈ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ മരക്കുരിശിൽ നിന്ന് മടങ്ങി വരുവാൻ കഴിയുമായിരുന്നോ? കഴിയുമായിരുന്നു. പക്ഷെ വന്നില്ല. എന്തുകൊണ്ട്? വില്യം ബൂത്ത് അതിന് മറുപടി പറഞ്ഞു: അല്ലയോ നസറായനായ യേശുവേ, അവിടുന്ന് ക്രൂശിൽ നിന്നിറങ്ങി വരാത്തത് കൊണ്ട് ഞങ്ങൾ അങ്ങേ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അന്ന് നസറായനായ യേശു ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ ലോകരക്ഷ സാധിക്കുകയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എന്തുകൊണ്ട് യേശു മരിക്കണം? ഇവിടെ അല്പം വിശദീകരണം. നസറായനായ യേശുവിനെ ഞാൻ ക്രൂശിൽ തന്നെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ യേശു ക്രിസ്തു അതിഭയാനകമായ അന്ധകാരത്തിൽ കിടക്കുകയാണ്. അങ്ങനെ ലോകത്തെല്ലാം ഇരുട്ടുണ്ടായി. ലോകത്തിൻ്റെ വെളിച്ചമെന്ന് അരുളി ചെയ്ത കാലത്തിൻ്റെ കതിരവനായ കർത്താവായ യേശു അന്ധതമസിൽ ആപതിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരണത്തിന് വേണ്ടി ആസന്നമായിരിക്കുക. ഈ സമയത്താണ് പാപത്തിൻ്റെ ശമ്പളമായ മരണം മനുഷ്യവർഗം ഒന്നടങ്കം നരകത്തിലേക്ക് നിവേദിക്കുവാനുള്ള ആ നിർണായകമായ നിമിഷം, ആ തക്ക സമയം. 2 വാക്കുകൾ ഞാനിവിടെ ഉപയോഗിക്കുന്നു ബൈബിളിൽ നിന്ന്. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം, തക്ക സമയത്ത് അവക്തർക്ക് വേണ്ടി ക്രിസ്തു മരിക്കയാൽ. പിന്നീട് റോമാലെ
ലേഖനം 3-ാം അധ്യായം 25 കഴിഞ്ഞ് 26-ാം വാക്യത്തിന് ഇടയ്ക്ക് പ്രത്യേകം എടുത്തു പറയുന്ന തക്ക സമയം, കർത്താവായ യേശുക്രിസ്തു മരിച്ച തക്ക സമയം, നീതിമാനായ ദൈവം മനുഷ്യവർഗത്തെ ഒന്നടങ്കം ന്യായം വിധിച്ച് ഇന്നലെ നിങ്ങൾ കേട്ടതുപോലെ ഭയാനകമായ ന്യായവിധിയുടെ പരിണിതഫലമായി നിത്യമായ നരകത്തിലേക്ക് പറഞ്ഞേക്കുവാനുള്ള നരകവിധി പ്രഖ്യാപിക്കേണ്ട നിർണായകമായ തക്ക സമയത്ത് പാപികളായ മനുഷ്യരായ നമ്മോട്, ബലഹീനരായ ശത്രുക്കളായ അഭക്തരായ ബലഹീനരായ നമ്മോട് മഹാദൈവത്തിന് തോന്നിയ മനസ്സലിവ് നമ്മുടെ മേൽ കൃപയായി ചൊരിഞ്ഞ തക്ക സമയത്ത് കർത്താവായ യേശുക്രിസ്തു അഭക്തർക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു. തക്ക സമയത്ത് കർത്താവായ യേശുക്രിസ്തു മരിച്ച് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം, ദൈവനീതി പ്രഖ്യാപിക്കുന്നു. പാപി മരിക്കണം, ദൈവസ്നേഹം, പാപിയെ രക്ഷിക്കണം, അതിനുള്ള ഉപാധി പാപി മരിക്കണം, ദൈവനീതി, പാപിയെ രക്ഷിക്കണം, ദൈവസ്നേഹം. അങ്ങനെ സ്നേഹവും നീതിയും തമ്മിൽ കാൽവറിയിൽ ക്രൂശിൽ അഭിമുഖം. ദൈവത്തിന് അനുഗ്രഹീത സ്വഭാവമായ സ്നേഹവും ദൈവത്തിന് നീതിയുടെ നിർഭരമായിരിക്കുന്ന നീതിയും തമ്മിൽ നടത്തിയ സംവാദം. ഒടുവിലായി ദൈവനീതി പറഞ്ഞ് മരണം കൊടുക്കുവാൻ. ഇതാണ് പണ്ട് ചോദിച്ച ചോദ്യം, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? യേശുക്രിസ്തു മറുപടി പറഞ്ഞു, ഞാൻ വന്നത് അതിനു വേണ്ടിയാണ്. മനുഷ്യപുത്രൻ മനുഷ്യപുത്രൻ എന്നല്ല, ദൈവപുത്രൻ. ഇനി മനുഷ്യപുത്രൻ്റെ ശബ്ദം കല്ലറകളുള്ളവരെല്ലാം കേൾക്കും, കല്ലറകളുള്ളവരെല്ലാം മനുഷ്യപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവരെല്ലാം ജീവിക്കുകയും ചെയ്യും. ചിലർ നിത്യലജ്ജയ്ക്കായും ചിലർ നിത്യജീവനായും എഴുന്നേറ്റ് വരും. മരിച്ചാൽ ജീവിക്കുമോ? യേശുക്രിസ്തു പറഞ്ഞു. രണ്ടാമത്തെ ചോദ്യം, ഇങ്ങനെയാൽ സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവന് വീണ്ടെടുപ്പുകൾ കൊടുപ്പാൻ ആർക്ക് കഴിയും? ഒരു നാൾ സാധ്യമല്ല ഗോരഖപുത്രന്മാർ. യേശുക്രിസ്തു പറഞ്ഞു അത് സാധ്യമാണ്. അത് സാധ്യമാക്കാനും മനുഷ്യർക്ക് സാധ്യമല്ല, ദൈവത്തിന് സാധ്യം. സാധ്യതമാക്കാനാണ് ഞാൻ വന്നത്. ഇത് പറഞ്ഞ കർത്താവ് അത് സാധ്യമെന്ന് മർക്കോസ് 10:45 പറഞ്ഞു. മനുഷ്യപുത്രൻ വന്നത് ശിശുവിടെ ചെയ്യിപ്പാനല്ല, ഇവിടെ ഒരു പള്ളിമന്ദിരം സ്ഥാപിക്കുവാനല്ല. മനുഷ്യപുത്രൻ വന്നത് എന്തിനു വേണ്ടിയാണ്? എല്ലാവർക്കും വേണ്ടി തന്നെത്താൻ തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാൻ. എന്ത് മറുവില കൊടുക്കും? യേശു പറഞ്ഞു അതിന് പറ്റിയതായ ജീവൻ ഈ മനുഷ്യവർഗത്തിനില്ലായകയാൽ ജീവസമ്പൂർണതയായ, ജീവനാഥാവായ, ജീവൻ്റെ പ്രദായകനായ, ജീവൻ്റെ സൃഷ്ടാവായ ഞാൻ തന്നെ യാഗമായി ദൈവനീതിയെ പ്രസാദിപ്പിക്കുകയാണ്. അങ്ങനെ വാൾ ഉണരുക. പണ്ട് പ്രഖ്യാപിച്ചതാണ് വാളെ ഉണരുക, നീ വാളെ ഉണരുക. ആ വാള് ഉണരുകയുണ്ടായി, വാൾ വെട്ടുകയുണ്ടായി. ദൈവപുത്രൻ്റെ കഴുത്തിൽ ആഞ്ഞു പതിച്ച നീതിയുടെ കഠോര ഗർഗം. അതാണ് യേശുക്രിസ്തു ഉറക്ക നിലവിളിക്കുവാൻ കാരണം. അങ്ങനെ ക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ മരിച്ച് ദൈവനീതിയെ പ്രസാദിപ്പിക്കുകയുണ്ടായി. ദൈവനീതിയെ പ്രസാദിപ്പിച്ച രക്ഷകനായതുകൊണ്ട് ഇവൻ രക്ഷിക്കുവാൻ കഴിയുന്നവരാണ്. വിശദീകരിക്കുന്നില്ല. ഇനി ഞാൻ ഏതാനും മിനിറ്റുകൾ കൊണ്ട് ഒരു പോയിന്റിലൂടെ പറയണം. അങ്ങനെ ക്രിസ്തു മരിച്ചു. ചരിത്രമനുസരിച്ച് നാം അറിയുന്നത് പോലെ AD 30 ഏപ്രിൽ മാസം 7-ാം തീയതി വെള്ളിയാഴ്ച ഏകദേശം 3:30 മണിയായപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ കള്ളരുടെ നടുവിൽ കാരിരുമ്പാണികളിൽ കതറി നിലവിളിച്ച് അവൻ ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിടുകയുണ്ടായി. യേശു ഒടുവിലായി പറഞ്ഞ വാക്ക് നിവൃത്തിയായി. അല്ലയോ മതങ്ങളെ, മാനവ രക്ഷാകർമ്മത്തിൽ നിങ്ങൾ ഇതുവരെ അനുഷ്ഠിച്ചു വന്നിരുന്ന എല്ലാ കർമ്മങ്ങളും പരാജയപ്പെട്ടപ്പോൾ രക്ഷാകർമ്മം ഇതാ നിവൃത്തിയായി. യേശു പറഞ്ഞു നിവൃത്തിയായ ടട്ടലസ്റ്റോയ്. കർത്താവായ യേശുവിൻ്റെ പ്രഖ്യാപനം. റോമൻ കുറ്റവാളികൾ 2 പേരെ റോമൻ കൊലോസ്യത്തിൽ നിർത്തി ദ്വന്ദ്വയുദ്ധത്തിന് വിട്ടാൽ ഒരുത്തനെ കൊന്ന ശേഷം പരാജിതന്റെ നെഞ്ചത്ത് വിജയിയായവൻ കഠാര കുത്തിയിറക്കി ചോര പുരണ്ട കഠാര ആകാശത്തിൽ വീശി പറയുന്ന വാക്ക് ടട്ടലസ്റ്റോയ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരണത്തെ തോൽപ്പിച്ച്, മരണാധീരായ ഷാജിനെ തോൽപ്പിച്ച്, തൻ്റെ മരണത്തെ തോൽപ്പിച്ച് വിജയിയായി പ്രഖ്യാപിച്ച് ടട്ടലസ്റ്റോയ്, നിവൃത്തിയായി. അതുപോലെ ഒരു കർഷകൻ അന്നത്തെ ലോകത്തിൽ വിശാലമായ വയലേലാകളിൽ ഗോതമ്പ് വിത്തെറിഞ്ഞ് പന്നികളെ ചവിട്ടിത്താഴ്ത്തിയിട്ട് കൊയ്ത് കളപ്പുരയിൽ ചേർത്തിട്ട് പറയുന്ന വാക്ക് നിവൃത്തിയായ കർഷകന്റെ വാക്ക്. ലോകത്തിൽ സ്വർഗത്തിലെ ഗോതമ്പ് മണിയായ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലെ ജീവന്റെ വിത്ത് ഭൂമിയുടെ വയലേലാകളിൽ വീശി വിതച്ച് അനേകമായിരം കതിർക്കട്ടുകൾ അനന്തതയിൽ ചേർക്കുന്ന, കളപ്പുരയിൽ ചേർക്കുന്ന കാഴ്ച ദൂരവേ കണ്ടുകൊണ്ട് പറഞ്ഞ വാക്കാണ് നിവൃത്തിയായി. ഇതുപോലെ വിശദീകരിച്ചാൽ 1, 2, 3, 4, 5, 6 പറയാൻ കീശ അട്ടിയായി കിടപ്പുണ്ട്. പക്ഷേ സമയമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വിട്ടുകളയാണ്. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ മരിച്ച് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവർ എന്നേക്കുമായി യജ്ഞമായി തീർന്നു. ഇവിടെ അന്ന് വരെ അനുഷ്ഠിച്ച സമസ്ത യജ്ഞങ്ങൾക്കും പരിഹാരമായി, അല്ലെങ്കിൽ മാനവയജ്ഞങ്ങൾക്ക് വിലയുണ്ടാകുന്നത് എങ്ങനെ? നൂറ്റാണ്ടുകൾ കൊണ്ട്, പുരുഷാന്തരങ്ങൾ കൊണ്ട് മനുഷ്യവർഗം പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അർപ്പിച്ച ഈ യജ്ഞങ്ങളെല്ലാം പരാജയമായിരുന്നു. പക്ഷേ ആ യജ്ഞങ്ങൾക്കെല്ലാം ജീവൻ വയ്ക്കണമെങ്കിൽ യേശു ക്രിസ്തു സാക്ഷാൽ
സാക്ഷാൽ ഈശ്വര മേഷശാവകം, അവൻ യജ്ഞമാക്കപ്പെടണം. അതുകൊണ്ടാണ് യോഹന്നാൻ വിളിച്ചു പറഞ്ഞത്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യഹൂദൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞിട്ടില്ല, ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇപ്പോൾ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് യാഗമായി തീർന്നു. ഇവിടെ മറ്റൊരു വിരോധാഭാസം. യേശുക്രിസ്തുവിന്റെ മരണം ശബ്ദം, അതായത് ശാപകരം, ഭോഷത്വം, ബലഹീനം. മറുവശത്ത് ഈ മരണം യാഗം എന്നാണ് വിശേഷിപ്പിച്ചത്. സമത്വം മുറുകെ പിടിച്ചു കൊള്ളാതെ മനുഷ്യനായി, മനുഷ്യ സാദൃശ്യത്തിലായി, വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ ഒഴിച്ച്, ഇവിടെയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം. അവൻ ദൈവമാണ് എങ്കിലും മനുഷ്യനായി വന്ന് പാപം ചുമന്ന് മരണം വരിച്ചപ്പോൾ പരാജയമല്ലേ? അപ്പോൾ എബ്രായ ലേഖനകാരൻ പറഞ്ഞത് ഇങ്ങനെയാണ്, എങ്കിലും എന്ന് പറഞ്ഞാൽ ദൂതന്മാരേക്കാൾ ശ്രേഷ്ഠനാണ് യേശു ക്രിസ്തു എങ്കിലും, പ്രവാചകന്മാരേക്കാൾ വലിയവനാണ് യേശു ക്രിസ്തു എങ്കിലും, മഹാപുരോഹിതന്മാരേക്കാൾ ശ്രേഷ്ഠനാണ് യേശു ക്രിസ്തു എങ്കിലും, യാഗങ്ങളേക്കാൾ ശ്രേഷ്ഠമാണ് ക്രിസ്തു യജ്ഞം എങ്കിലും, ദൈവാലയത്തേക്കാൾ ശ്രേഷ്ഠമാണ് ക്രിസ്തു എങ്കിലും, വേണ്ട പഴയ നിയമത്തേക്കാൾ ശ്രേഷ്ഠമാണ് പുതിയ നിയമം എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണമാസ്വദിപ്പാൻ ദൂതന്മാർ ആത്മോറ് താഴ്ച വന്ന യേശു അങ്ങനെ താഴ്ച അനുഭവിച്ചപ്പോൾ ക്രിസ്തു മനുഷ്യ സാദൃശ്യത്തിലായി നമുക്ക് വേണ്ടി മരിച്ചു. ഇതിന് തുല്യം മഹത്തായ ത്യാഗം എവിടെ? ചരിത്രത്തോട് ഞാൻ ചോദിക്കുന്നു, ഇതിന് തുല്യമായ ത്യാഗം എവിടെ? അവിടെ പ്രിയ സ്നേഹിതരെ, കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ ജീവത്യാഗം ചെയ്തു. ഈ ജീവത്യാഗത്തെ മാത്രമേ യാഗം എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ക്രൂശ് മരണം നിന്ദ്യം, നീചം, നികൃഷ്ടം, ശബ്ദം എന്ന് മാത്രമല്ല ഭോഷത്വം, ബലഹീനം, ഈ മരണത്തെ മാത്രമാണ് യാഗമെന്ന് പറയുന്നത്. നാം വളരെ വിശദീകരിക്കുന്നില്ല. എഫേസ്യർ 5:2, എബ്രായ ലേഖനം 9:14, 26, എബ്രായ ലേഖനം 10:10, 12, 14, 18 ഇത്രയും സൂക്തങ്ങൾ പരിശോധിച്ചാൽ കാണാം, യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗം, ഒരിക്കലായി കാൽവരി ക്രൂശിൽ അർപ്പിച്ചത്. ഈ യാഗത്തെ സവിശേഷിപ്പിക്കുന്നത് മറ്റൊരർത്ഥത്തിലാണ്. 1 യോഹന്നാൻ എഴുതി 1-ാം ലേഖനം 1-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവിടെ എഴുതിയിരിക്കുന്നത് ക്രിസ്തു സർവ്വലോകത്തിൻ്റെയും പാപത്തിൻ്റെ പ്രായശ്ചിത്തം തന്നെ എന്ന് വെച്ചാൽ, കൃഷ്ണൻകുട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം സർവ്വലോക മഹാപാപരിഹാരം, മഹായജ്ഞം എന്ന് പറഞ്ഞാൽ സർവ്വലോക മാനവവർഗത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടിയുള്ള ഏക മഹായജ്ഞം. അതാണ് ക്രൂശിൽ അരങ്ങേറിയത്. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ മരിച്ച് പാപത്തിൻ്റെ പരിഹാരം എന്നേക്കുമായി വരുത്തി. അതുകൊണ്ട് ഇനി പാപങ്ങൾക്ക് വേണ്ടി യാതൊരു യാഗവും ശേഷിക്കുന്നില്ല. അടിവരയിട്ട് അവസാനിപ്പിക്കുകയാണ്. യേശു ക്രിസ്തു ഇതാണ് ക്രൂശിൽ ചെയ്തത്. ദൈവപുത്രനായ യേശു ക്രിസ്തു ഒരിക്കൽ ദൈവാലയത്തിലേക്ക് ചെന്നു. കാളകൾ, ആടുകൾ, വാച്ച് നോക്കേണ്ട, ഞാൻ നോക്കുന്നുണ്ട്. കാളകൾ, വാച്ച് അവിടെ കാണുന്നു, കാളകൾ, പ്രാക്കൾ, ആടുകൾ എല്ലാം അവിടെ എല്ലാத்தைയും നിരത്തി നിർത്തിയിരിക്കുകയാണ്. എല്ലാത്തിനും യാഗം കഴിക്കാനാണ് ആടുകൾ, യാഗം കഴിക്കാനാണ് പ്രാക്കൾ, യാഗം കഴിക്കാനാണ് കാളകൾ. അവിടെ എല്ലാം അവിടെ നിൽക്കവേ കർത്താവായ യേശു ക്രിസ്തു ചെന്ന് യഹൂദ ദൈവാലയത്തെ നിയമം ലംഘിച്ചുകൊണ്ട് യാഗം കഴിക്കാൻ നിർത്തിയിരുന്ന ആ മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാം അടിച്ചു പുറത്താക്കി. കൃഷ്ണൻകുട്ടിയുടെ ഭാഷയിൽ ഇതാണ് പ്രഖ്യാപിച്ചത്, പാപത്തിൻ്റെ പരിഹാര യാഗം വരുത്തുവാൻ അർഹതയുള്ളതായ ഞാൻ വന്നതുകൊണ്ട് കാളകളെ മോചനം, ആടുകളെ മോചനം, പ്രാക്കളെ മോചനം, അവയെ പരത്തിവിട്ടു ദൈവപുത്രൻ. അനന്തരം കാൽവരിയിലെ ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് മഹാപുരോഹിതന് മുമ്പിൽ ആനയിക്കപ്പെട്ടു. മഹാപുരോഹിതനെ വിസ്തരിച്ചു, നീ വന്ധ്യനായ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു തന്നെയോ? ഇടയ്ക്ക് യേശുക്രിസ്തുവിനെ ഞങ്ങൾ പുത്രനെന്ന് വിളിക്കുമ്പോൾ ദൈവത്തിന് ഭാര്യയുണ്ടോ, അങ്ങനെ ഉണ്ടായ കുട്ടിയാണോ എന്നൊക്കെ ചോദ്യം ചോദിക്കും. അതിന് ഞാൻ എഴുതിയൊരു പുസ്തകം വേണമെങ്കിൽ ഇവിടെ കിട്ടും. മുഹമ്മദിൻ്റെ മതവും യേശുക്രിസ്തുവിൻ്റെ മാർഗവും എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. വായിച്ചിട്ട് മറുപടി പറയാം. അവിടെ പ്രിയ സഹോദരന്മാരെ, കർത്താവായ യേശുക്രിസ്തു അവൻ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്തുവാൻ വന്നു എന്ന് പ്രഖ്യാപിച്ചു. ഇപ്പോൾ അവൻ വിസ്തരിച്ച ഗവർണർ പിലാത്തോസിൻ്റെ ചോദ്യം, നീ വന്ധ്യവനായ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു തന്നെയോ? ഞാൻ നോക്കട്ടെ എന്നൊന്നും പറഞ്ഞില്ല, ആലോചിക്കട്ടെ എന്നല്ല, ഞാനാകുന്നു. ഈ ശബ്ദത്തിന് ഏകദേശം 1400 വർഷത്തെ പഴക്കമുണ്ട്. വിശദീകരിക്കാൻ സമയം പോരാ. ഞാനാകുന്നു. യേശു ക്രിസ്തു പ്രഖ്യാപിച്ചു ആ പഴയ നിയമത്തിൻ്റെ പ്രതിധ്വനി, ഞാൻ ആകുന്നു. കർത്താവായ യേശു. അപ്പോൾ മഹാപുരോഹിതൻ ഇവ ദൈവദൂഷണം പറഞ്ഞ് കേട്ടുവല്ലോ. ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറി. ബൈബിളിൽ യഹൂദന്മാരുടെ നിയമാവലിയിൽ ലേവ്യ പുസ്തകത്തിലും പറഞ്ഞിരിക്കുന്നത്, തലയിൽ അഭിഷേക തൈലം ഒഴിക്കപ്പെട്ട മഹാപുരോഹിതൻ, ജെയിംസ് ഇവിടെ ഇല്ലേ, വസ്ത്രം കീറരുത്, തലമുടി
പിച്ചിപ്പറിയും മഹാപുരോഹിതൻ, സാക്ഷാൽ ആ വർഷത്തെ മഹാപുരോഹിതനായ കയഫാസ്, ജനത്തിന് വേണ്ടി ഒരുത്തൻ മരിക്കണമെന്ന് ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് പ്രഖ്യാപിച്ച കയഫാസ്, ഇപ്പോൾ അവൻ പറയുകയാണ്, നീയാണ് യഥാർത്ഥത്തിൽ മഹാപുരോഹിതൻ, ഞാനിതാ സ്ഥാനമൊഴിയുന്നു എന്നാണ് കൃഷ്ണൻകുട്ടിയുടെ വ്യാഖ്യാനം. ആവേശം കൊണ്ട് ചെയ്തു പോയതാണ്. അതുകൊണ്ട് ഇതാ ഞാൻ സ്ഥാനമൊഴിയുന്നു. അല്പം കൂടെ വ്യാഖ്യാനിച്ചാൽ ഇസ്രായേലിൻ്റെ തലക്കനമെന്ന പൗരോഹിത്യ പരമ്പര, ആ ലേവ്യ പൗരോഹിത്യ പരമ്പരയിൽ ഒടുവിലായി വന്ന കയഫാസ് ന്യായപ്രമാണ യുഗ കവാടം തുറന്നത് കയഫാസിൻ്റെ ആസ്ഥാനത്തിലെ അരമനയിലൂടെ ആസ്ഥാനത്തിരിക്കുന്ന അദ്ദേഹം, മറുവശത്ത് കൃപായുഗത്തിൻ്റെ കവാടം തുറന്നു വന്ന കർത്താവായ യേശു ക്രിസ്തു, രണ്ട് മഹാപുരോഹിതന്മാർ പരസ്പരം. അപ്പോൾ ഒരുത്തൻ മറ്റൊരുത്തനോട്, നീയാണോ വാസ്തവത്തിൽ ദൈവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ? ഞാൻ ആകുന്നു, എന്നാൽ ഇതാ സ്ഥാനമൊഴിയുന്നു എന്ന് എൻ്റെ വ്യാഖ്യാനം. അല്ല, അതങ്ങനെ അല്ലെന്ന് പറഞ്ഞ് വന്ന അതിൻ്റെ മറുപടി ഞാൻ അപ്പോൾ പറയാം. ഇപ്പോൾ ഇത്രയും പറഞ്ഞ് തൽക്കാലം വിടുകയാണ്. അങ്ങനെ മഹാപുരോഹിതൻ എന്നേക്കുമായി വസ്ത്രം കീറി പൗരോഹിത്യത്തിന് അടിവര കുറിച്ചു. അത് കഴിഞ്ഞ് യേശു കാൽവരിയിലെ ക്രൂശിൽ മരിച്ചു. എവിടെ മഹാപുരോഹിതനുണ്ടോ അവിടെ ദൈവാലയമുണ്ട്, എവിടെ ദൈവാലയമുണ്ടോ അവിടെ പുരോഹിതനുണ്ട്. ഇപ്പോൾ യേശു ക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ മരിച്ചപ്പോൾ ദൈവാലയത്തിൻ്റെ തിരശീലയും എന്ന് വെച്ചാൽ കൃപാസനത്തെയും ഇങ്ങേ വശത്തുള്ള പ്രാകാരത്തെയും വിശുദ്ധ സ്ഥലത്തെയും മറച്ചിരിക്കുന്ന തിരശീലയുണ്ടല്ലോ, അത് രണ്ടായി കീറിപ്പോയി. രണ്ടായി കീറിയപ്പോൾ കൃപാസനം വരെ ദൃശ്യം. അങ്ങനെ കർത്താവായ യേശു പറഞ്ഞു, ഇനി മതം വേണ്ട, അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ കണ്ടുകൊണ്ട് ഒടുവിലായി പ്രഖ്യാപിച്ചു, മതങ്ങളെ വിട, ഇനി മതങ്ങൾ വേണ്ട. അഖില ലോക ജനത കൂടിയും അഖിലമായ മതത്തിനും അടിവരയിട്ട് അറിഞ്ഞു കുറിച്ച സംഭവമാണ് മഹാപുരോഹിതൻ്റെ വസ്ത്രം കീറലും അതോടൊപ്പം ദൈവാലയത്തിലെ ദേശീയയുടെ കീന്തലും. രണ്ടും കഴിഞ്ഞു. ഇപ്പോൾ ഫ്രഞ്ചിലെ യുക്തിവാദിയായ ഞാൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്, അല്ലയോ നസ്രായനായ യേശുവേ, അങ്ങ് ലോകത്തിലേക്ക് വന്നു, ഞങ്ങൾ അങ്ങയെ ക്രൂശിച്ചു. അല്ലയോ നസ്രായനായ യേശുവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. അങ്ങ് ക്രൂശിൽ മരിച്ചപ്പോൾ ദൈവാലയത്തിലെ തിരശീല രണ്ടായി ചീന്തി. അല്ലയോ നസ്രായനായ യേശുവേ, ദൈവത്തെയും മനുഷ്യനെയും വേർതിരിച്ച ആ തിരശീല എന്നേക്കുമായി ചീന്തിപ്പോയി. അല്ലയോ നസ്രായനായ യേശുവേ, മേലാൽ അങ്ങയെയും ദൈവത്തെയും വേർതിരിക്കുവാൻ ഞങ്ങൾക്കൊരിക്കലും കഴിയില്ല. അങ്ങനെയാണെങ്കിൽ അവക്ക് കടമെടുത്ത് ഞാൻ പറയട്ടെ, ദൈവപുത്രനായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിനെ രക്ഷിക്കുവാൻ വന്ന ഏകരക്ഷകൻ പാപത്തിൻ്റെ പരിഹാര യാഗമായി ക്രൂശിൽ മരിച്ചു. ക്രിസ്തുവിൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ക്രൂശിൽ മരിച്ചു. ഇനി ഞാൻ ശേഷിക്കുന്ന മിനിറ്റുകൾ കൊണ്ട് ഏതാനും വാക്കുകളിലൂടെ ഇത് സംബന്ധിച്ച് വിശദീകരിക്കും. ക്രിസ്തു ജീവിച്ചിരിക്കുന്ന ക്രിസ്തുവിനേക്കാൾ കൂടുതൽ ശക്തനായത് മരിച്ച ക്രിസ്തുവാണ്. ക്രിസ്തു മരിച്ചു. മരിച്ച ക്രിസ്തുവിനെ അവർ ഇറക്കി, ക്രൂശിൽ നിന്ന് ഇറക്കി കർത്താവായ യേശു ക്രിസ്തുവിനെ സംസ്കരിക്കുകയുണ്ടായി. അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകളെല്ലാം വിശദീകരിക്കാൻ നിർത്തിയില്ല. കർത്താവിനെ സംസ്കരിച്ചത് കീറിപ്പറഞ്ഞ ശരീരം എന്ന് പറഞ്ഞാൽ റോമൻ പടയാളികൾ അടിച്ച് കീറിപ്പറഞ്ഞ ശരീരം, അതിന് രക്തവും വെള്ളവും ഒഴുകി ഇങ്ങനെ തീരാറായപ്പോഴാണ് ഇറക്കി വെച്ചത്. ആ ശരീരത്തിൽ 100 റാത്തൽ സുഗന്ധക്കൂട്ട്. ഇപ്പോൾ യേശുവിൻ്റെ കീറിപ്പറഞ്ഞ ശരീരത്തിൽ നിന്ന് രക്തവും വെള്ളവും പുറത്തു വരുമ്പോൾ അത് തൊട്ടാൽ എങ്ങനെ ഇരിക്കും ജെയിംസ്? നമ്മുടെ സഹോദരിമാർക്കറിയാം, കറിക്ക് നുറുക്കുമ്പോൾ കറിക്കത്തി കൈകൾ കൊണ്ടാൽ പുറത്തു വരുന്ന വെള്ളത്തിൽ തൊട്ടാൻ എങ്ങനെ ഇരിക്കും? പശ പോലിരിക്കും. ഇപ്പോൾ ഈ സുഗന്ധക്കൂട്ടിടിച്ചെടുത്താൽ എങ്ങനെ ഇരിക്കും? എനിക്ക് ഇത് പരിചയമുണ്ട്. സുഗന്ധക്കൂട്ടിടിച്ച് എൻ്റെ അച്ഛൻ കളവമൊക്കെ ഉണ്ടാക്കണം, അതെനിക്കറിയാം. അതുകൊണ്ട് അതും എനിക്കറിയാം. അപ്പോൾ അതും തൊട്ടാൽ പശ പോലിരിക്കും. അതുകൊണ്ട് 100 കുന്തിരിക്കും. അത് ഇതൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് ഇലവർങ്ങാദികളെല്ലാം ചേർത്ത് ഉണ്ടാക്കുന്നതാണ് കൂട്ട്. അതും തൊട്ടാൽ പശ പോലെ, രണ്ടും കൂടെ ചേർത്താൽ അതിപശ. ഇതിപ്പോൾ ലിനൻ തുണിയിൽ ചേച്ച് പിടിപ്പിച്ച് കീറിപ്പറഞ്ഞ ശരീരത്തിൽ വലിച്ചു മുറുക്കി യേശുവിൻ്റെ യഹൂദന്മാരുടെ ശവമടക്കുന്ന മര്യാദ പ്രകാരമെന്ന് ചുരുങ്ങിയ വാചകത്തിൽ യോഹന്നാൻ അങ്ങനെ ക്രിസ്തുവിൻ്റെ ശരീരം വലിച്ച് മുറുക്കി വെച്ച് കെട്ടി ഇപ്പോൾ ഒരുക്കിയിരിക്കുകയാണ് ശവസംസ്കാരത്തിന്. ഒന്ന്, യേശു ക്രിസ്തുവിനെ ഒരുക്കിയിരിക്കുന്ന ശരീരം അവന് യഹൂദന്മാരുടെ ശവമടക്കുന്ന മര്യാദ പ്രകാരം ഒരു തരം എംബാൻ ചെയ്ത്. 2, അവനെ അടക്കിയത് ഒറ്റ പാറയിൽ വെട്ടിയുണ്ടാക്കിയ ഒറ്റ കല്ലറയിൽ. ഒരു വാതിൽ മാത്രമേ ഉള്ളൂ. ആ കല്ലറ അരിമത്തിയിലെ യോസെപ്പിൻ്റെ കല്ലറ, ഒരേ ഒരു പാറ. ആ ഒരേ ഒരു പാറയിൽ ഒരേ ഒരു വാതിൽ. ആ പാറയിലാണ് ഇപ്പോൾ തുറന്ന കല്ലറയിൽ, ഒരു വാതിലുള്ള കല്ലറയിലാണ് യേശുവിനെ വെച്ചത്. യേശു ഒന്ന് അകത്തിരുന്ന് ഉയർത്താൽ രക്ഷപ്പെടാൻ ഒക്കെയില്ല. വരിഞ്ഞു മുറിക്കുക ഈ ശീലയുടെ കവചം, അത് യേശുവിനെ പുറത്തു വരാൻ അനുവദിക്കുകയില്ല. അത് ശക്തമായ കവചമായി മാറുകയാണ്. 2, ഈ ഒറ്റപ്പാറയിൽ വെട്ടിയിരിക്കുന്ന കല്ലറ അതിനകത്ത് വെച്ചിട്ട് പിന്നെ മത്തായി പറഞ്ഞിരിക്കുന്നത് ഒരു കല്ല്
കല്ലുരുട്ടി വെച്ചു എന്നാണ്. ഞാൻ ബൈബിൾ മാത്രമല്ല വായിക്കുന്നത്, ഇത് തേടിപ്പിടിച്ച് എവിടെയെങ്കിലും ചരിത്രാംശം കിട്ടുമോ എന്നൊക്കെ തേടി വരുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ കല്ലുരുട്ടി വെച്ചു എന്ന് പറഞ്ഞാൽ ചുമ്മാതെ ഉരുട്ടി വെച്ചു എന്നല്ല. ഈ കല്ലറയുടെ മുമ്പിൽ ഇപ്പോൾ സ്ഥലം ലാഭിക്കാൻ നമ്മൾ ഉണ്ടാക്കുന്ന അലമാരയിൽ റെയിൽ ഉണ്ടാക്കി ഇങ്ങനെ വലിച്ചു നീക്കുമല്ലോ, ഗ്ലാസും മറ്റും. ഇതുപോലെ ഇതിൻ്റെ മുമ്പിൽ, ഈ കല്ലറയുടെ മുമ്പിൽ പ്രത്യേകമായി സംവിധാനം ചെയ്ത ഒരു കൽക്കഥക് ഉരുട്ടിക്കൊണ്ടുവന്ന് വയ്ക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. കൽക്കഥ ഉരുട്ടി വെച്ച കാര്യമാണ് കല്ലുരുട്ടി വെച്ചു എന്ന് ചുരുങ്ങിയ വാക്കിൽ മത്തായി പറഞ്ഞത്. അങ്ങനെ ഒരു കല്ലുരുട്ടി വെച്ചു. 600 പൗണ്ട് ഭാരമുള്ള കല്ലെന്ന് പുരാവസ്തു ഗവേഷണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കല്ല് ഉരുട്ടി വെച്ച് പ്രത്യേക സംവിധാനം ചെയ്യപ്പെട്ട കലയുടെ ആ കട്ടള വെട്ടിൽ ഈ കഥകിട്ടാൽ തുറക്കാൻ ശില്പി തന്നെ വരണം. അങ്ങനെ സംവിധാനം ചെയ്തു. അന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച യേശുക്രിസ്തുവിനെ കൊന്നു, ക്രൂശിച്ച് ക്രൂന്നിട്ട് ഇപ്പോൾ സംസ്കരിച്ചു, ഇപ്പോൾ കല്ലറയിൽ വെച്ചു. യഹൂദന്മാരുടെ വലിയ ശബത്താണ് പിറ്റേ ദിവസം. അതുകൊണ്ട് യഹൂദന്മാരെല്ലാം പെട്ടെന്ന് പെസഹ കഴിക്കാനായി പോയി. യേശു തലേ ദിവസം പെസഹ കഴിച്ചു. അത് പരീശന്മാരുടെ ക്രമപ്രകാരം. സദൂക്യരുടെ ക്രമപ്രകാരം അന്നാണ് പെസഹ. ആ പെസഹ ഭക്ഷണം കഴിക്കാൻ എല്ലാ പുരോഹിതന്മാരും കൂടെ അങ്ങോട്ട് എല്ലാവരും ചെന്ന് കുളിച്ചു. യേശുവിനെ കൊന്നു, കുളിച്ചു മൂടി, കഥ കഴിച്ചു, സ്വൈരമായി ചെന്ന് കുളിച്ചു. കുളി കഴിഞ്ഞ് എല്ലാവരും കൂടെ തന്നെ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഭക്ഷണം കഴിച്ചു. പെസഹ ഭക്ഷണം കഴിച്ചു. പെസഹ ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും പിറ്റേ ദിവസം വലിയ ശബത്തെന്നല്ല എഴുതിയിരിക്കുന്നത്. വലിയ ശബത്തായതുകൊണ്ട് ഒരുപാട് പണിയുണ്ട്. കൂറിൻ്റെ ക്രമപ്രകാരം 24 മഹാപുരോഹിതന്മാർ വളരെയേറെ പണിത്തിരക്കുള്ളതുകൊണ്ട് നേരത്തെ തന്നെ ഉറങ്ങാൻ പോയി. ഉറക്കം വരണ്ടേ? ഉറങ്ങാനങ്ങോട്ട് തുടങ്ങുമ്പോൾ കണ്ണുകളിൽ നിദ്രാദേവി നൃത്തം വയ്ക്കുമ്പോൾ കാതുകളിൽ മുടങ്ങുന്ന മറ്റൊരു ശബ്ദം, നിങ്ങൾ എന്നെ ക്രൂശിക്കും, ഞാനോ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും, മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും യേശു പ്രഖ്യാപിച്ചു. ഈ ശബ്ദം കാതുകളിൽ മുടങ്ങുമ്പോൾ 24 മഹാപുരോഹിതന്മാർ തിരിഞ്ഞ് ഉറക്കം വരികയില്ല. എല്ലാം കൂടെ എഴുന്നേറ്റ് നേരെ പിലാത്തോസിൻ്റെ അടുക്കൽ. പിലാത്തോസ് ഇവൻ ചതിയനാണ്, ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് മരിച്ചാൽ ഉയർക്കുമെന്ന്. പിലാത്തോസ് ഇവനിപ്പോൾ ഇവൻ്റെ ശിഷ്യന്മാർ വരും, ശരീരം കട്ടുകൊണ്ടുപോകും, പിന്നെ ഉയർത്തെഴുന്നേറ്റ് കെട്ടുകഥയുണ്ടാക്കും. അത് വലിയ ചതിയായി തീരും പിലാത്തോസ്. അതുകൊണ്ട് ഇവനെ സൂക്ഷിക്കണം. പിലാത്തോസും പറഞ്ഞു യേശു ഉയർക്കരുത്. യേശു ഉയർത്താൽ എൻ്റെ വിധി തെറ്റെന്ന് വരും. 2, യേശു ക്രിസ്തു ഉയർത്താൽ വാസ്തവത്തിൽ യഹൂദന്മാരുടെ വിശ്വാസമല്ല പൊളിയുന്നത്, പരീശന്മാരുടെ വിശ്വാസം സ്ഥാപിക്കപ്പെടുകയാണ്. സദൂക്യരുടെ വിശ്വാസം പൊളിയുകയാണ്. ഒരൊറ്റ പരീശനെങ്കിലും പറഞ്ഞില്ല ഇത് വേണ്ട എന്ന്. ഞങ്ങളുടെ വിശ്വാസം പൊളിഞ്ഞാലും വേണ്ടില്ല, യേശു ഉയർക്കരുത്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മകൻ ചത്താലും വേണ്ടില്ല, മരുമകളുടെ താലി അറ്റി കണ്ടാൽ മതി. യേശു ഉയർക്കാതിരിക്കണമെന്നാണ് പരീശന്മാരും. അവരും പറഞ്ഞു പിലാത്തോസ് ഇവനെ സൂക്ഷിക്കണമെന്ന്. അങ്ങനെ ക്രിസ്തുവിൻ്റെ കല്ലറ, ആ കല്ലറയ്ക്ക് ഇവരുടെ ആവശ്യപ്രകാരം പിലാത്തോസ് പറഞ്ഞത്, ഞാൻ കാവൽക്കൂട്ടത്തെ തരാം, നിങ്ങളാൽ ആവോളം കല്ലറ ഉറപ്പാക്കണം. ഞാൻ ബൈബിളിൽ ചരവറയൊന്നും വരയ്ക്കുകയില്ല, ഞാൻ ചില കുത്തിട്ടിട്ടുണ്ട്. അതിൽ നിങ്ങളാൽ ആവോളം റോമൻ പടയാളികളെ, നിങ്ങളാൽ ആവോളം യഹൂദ മതത്തിൻ്റെ ദൈവാലയത്തിൻ്റെ കാവൽ പടയാളികളെ നിങ്ങളാൽ ആവോളം ആ കല്ലറ ഉറപ്പാക്കുവൻ. അങ്ങനെ പിലാത്തോസ് കാവൽക്കൂട്ടത്തെ തന്നു, കാവൽക്കൂട്ടത്തെ കൊടുത്തു. അങ്ങനെ 16 പേരടങ്ങിയതാണ് ഒരു റോമൻ സെക്യൂരിറ്റി ഗാർഡ്. ആ റോമൻ സെക്യൂരിറ്റി ഗാർഡാണ് യേശുവിൻ്റെ കല്ലറ കാവൽ നിൽക്കുന്നത്. അതിന് ബലം പോരെങ്കിൽ പിന്നെ ദൈവാലയത്തിൻ്റെ കാവൽ പടയാളികളും കൂടെ. ഒരു കാവൽ പടയാളി 6 അടിസ്ഥലം കാത്താൽ മതി. യേശുവിൻ്റെ കല്ലറയ്ക്ക് ചുറ്റും നിൽക്കുകയാണ്. കണ്ണിൽ എണ്ണ തൊട്ട്, കയ്യിൽ ആയുധമേന്തി കരുത്തുറ്റ റോമൻ പടയാളികൾ, തലയിൽ ഇരുമ്പ് തൊപ്പി വെച്ച്, ഇരുമ്പ് ലാടം തറച്ച്, ഷൂസ് നീട്ടിപ്പിടിച്ച കുന്തം പിടിച്ച് ആ കല്ലറയ്ക്ക് ചുറ്റും യേശു ഉയർത്താൽ രക്ഷപ്പെടാതിരിക്കാൻ പിലാത്തോസ് അതുകൊണ്ട് നിർത്തിയില്ല. അദ്ദേഹം പറഞ്ഞു അത് മാത്രം പോരാ, പിന്നെ ഞങ്ങളാണല്ലോ ലോകത്തിലെ മകശക്തി, ഇംപീരിയർ റോം, അതിൻ്റെ അധികാരമുദ്ര ആ ചത്തവൻ്റെ കല്ലറയ്ക്ക് കുത്തണം. ലോക ചരിത്രത്തിൽ ഇവിടെ ചത്തവൻ്റെ കല്ലറയ്ക്ക് ഒരു മുദ്ര വയ്ക്കുക. നോക്കുക, ഇവിടെ കർത്താവായ യേശുവിൻ്റെ കല്ലറയ്ക്ക് മുദ്ര വെച്ചു എന്ന് മത്തായി. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് 7 മുദ്രയൊക്കെ ഉണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ അപ്പോക്രിഫ ഗ്രന്ഥം അനുസരിച്ച് 7 മുദ്ര വെച്ച് ഉറപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ 7 മുദ്രയും വെച്ച് ഉറപ്പാക്കിയിട്ട് പിന്നെ വായിക്കുന്നത് കല്ലറ വെച്ച് കാവൽ വെച്ചു. റോമൻ കടയാളികൾ കണ്ണിൽ എണ്ണ തൊട്ട് കാവൽ ഉയർത്താൽ രക്ഷപ്പെടാതിരിക്കാൻ, ഉയർത്താൽ പുറത്തു വരാതിരിക്കാൻ മുദ്രയും വെച്ചിട്ടും റോമൻ മുദ്ര. ഇങ്ങനെ യേശു ഉയർക്കാതിരിക്കാനുള്ള ദൈവം ഒഴിച്ച് എല്ലാ വിധത്തിലുള്ള തടസ്സങ്ങൾ ഏർപ്പെടുത്തി വെച്ചു. എന്ത് സംഭവിച്ചു? ലോക ചരിത്രത്തിൽ വന്നിട്ടുള്ളവർ വെച്ച് കത്തിയില്ലാതെ, കമ്പില്ലാതെ, കരവാളമില്ലാതെ, സന്നദ്ധ ഭടന്മാരില്ലാതെ, സായുധ പോരാളികളില്ലാതെ, സാമ്രാജ്യ പിന്തുണയില്ലാതെ, സാമ്പത്തിക ശേഷിയില്ലാതെ,
യോഗ്യതയില്ലാതെ സാധാരണക്കാരനായി ജനിച്ച് കുറുനരികൾക്ക് കുഴികളുള്ള, ആകാശത്തിലെ പക്ഷികൾ കൂടുകളുള്ള ഈ ലോകത്തിൽ തലചായ്പാൻ ഇടമില്ലാതെ വന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ഈ ശവശയ കാവലിനാണ്, ശരീരത്തിനാണ് കാവൽ. പ്രിയ സ്നേഹിതരെ, നാം അറിയുന്നു, കരം കൊടുക്കാൻ കാശില്ലാത്ത, നിന്ന് പ്രസംഗിക്കാൻ വേദിയില്ലാത്ത, പോകാൻ ഇടമില്ലാത്ത നസറായനായ യേശു ക്രിസ്തുവിൻ്റെ കല്ലറയ്ക്ക് കാവൽ. കാരണം അവൻ്റെ വാക്കിനെ ലോകം ഭയപ്പെടുകയാണ്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ക്രിസ്തു അല്ല, ചത്ത ക്രിസ്തു ബലവാനാണ്. റോമൻ സാമ്രാജ്യത്തെ ഭയപ്പെടുത്തുകയാണ്, യഹൂദ മതത്തെ പേടിപ്പെടുത്തുകയാണ്. ഈ പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവാണ് ഇപ്പോഴും പേടി സ്വപ്നം. അതുകൊണ്ടാണ് ഇവിടെയുള്ള അഹമ്മദ് ഖാദിയാനികൾ ഈസാ നബി മരിച്ചില്ല, ക്രൂശത്തറച്ചെങ്കിലും രക്ഷപ്പെട്ട് നേരെ ഇവിടെ വന്ന് അദ്ദേഹം അഫ്ഗാനിസ്ഥാനിലൂടെ സഞ്ചരിച്ച് കാശ്മീരിൽ വന്ന് അനന്തനാഗിൽ വന്ന് ഒരു ഉമ്മയും കെട്ടി, അന്ന് ഉമ്മയെന്ന് പറയാറില്ല, കെട്ടി താമസിച്ച് കുറേ കുട്ടികളുണ്ട്. അവിടെ ചെന്നാൽ ഈ ചരിത്രം കേൾക്കാമെന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് അദ്ദേഹം കുറേ കഴിഞ്ഞ് ശ്രീനഗറിനടുത്തുള്ള കാനിയാർ കല്ലറ, അവിടെ ഒരു കല്ലറയുണ്ട്, അവിടെ വെച്ച് മരിച്ചുപോയി. ആ കല്ലറയിൽ അടക്കം ചെയ്തിട്ടുണ്ട്. ആസാഫിൻ്റെ കല്ലറ, അതാണ് ഖാദിയാനികൾ. ഇപ്പോൾ ഖാദിയാനി ആശയങ്ങൾ കടമെടുത്തുകൊണ്ട് ഇന്നലെ ഇവിടെ ഞാൻ ഒരു പുസ്തകം പത്രത്തിൽ പരസ്യം കണ്ടിട്ടാണ് 120 രൂപ അയച്ചു കൊടുത്തുകൊണ്ട് കുരുക്ഷേത്ര പ്രകാശനം ചെയ്ത ആ പുസ്തകം ഇന്നലെ 145 പേജ് വരിച്ച് മറുപടി എഴുതാനുള്ള കുറിപ്പഴി തയ്യാറാക്കിയിട്ടാണെന്ന് വന്നത്. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രൂശിൽ മരിച്ചു. ഇല്ലെങ്കിൽ വിസ്തരിക്കേണ്ട, എതിർ വിസ്താരം ചെയ്യേണ്ടത് ഗവർണർ പിലാത്തോസിനെയാണ്. പിലാത്തോസ് റോമൻ ഗവർണറാണ്. യേശുവിനെ ക്രൂശിന് വിധിച്ച പിലാത്തോസ്, ഞാൻ നിന്നെ എതിർ വിസ്താരം ചെയ്യും, നിന്നെ മാത്രമല്ല നിനക്ക് അധികാരം റോമൻ ഗവർണറെ ഞാൻ വിസ്തരിക്കുന്നു എന്ന് മാത്രമല്ല റോമൻ ചക്രവർത്തി വിസ്തരിക്കണം. അവൻ്റെ കോടതിയാണ് പറഞ്ഞു ഇവനെ ക്രൂശിക്കണമെന്ന്. ആ കർത്താവായ യേശു ക്രിസ്തു ഇന്ത്യയിൽ വന്നില്ല എന്ന് 35 പരം തെളിവുകൾ കൊണ്ട് സമർത്ഥിക്കുവാൻ കൃഷ്ണൻകുട്ടിക്ക് സാധിക്കും. സംശയമുണ്ടെങ്കിൽ അഹമ്മദിയെ ഖണ്ഡനം എന്നൊരു പുസ്തകം ഇവിടെ ഉണ്ട്, കിട്ടുമെങ്കിൽ വാങ്ങി വായിക്കുക. അത് പറഞ്ഞതുപോലെ ബാക്കി ഞാൻ പിന്നെ പറയും, ഇവിടെ പറയല്ല, പുസ്തകത്തിൽ പറയും. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, കർത്താവായ യേശു ക്രിസ്തു അവൻ കാൽവരിയിലെ ക്രൂശിൽ മരിച്ചു, അവൻ അടക്കപ്പെട്ടു. ഇപ്പോൾ ലോകത്തിൻ്റെ വെല്ലുവിളി വരികയാണ്. ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഉയർത്തി നിൽക്കാമെന്നുള്ള പ്രഖ്യാപനം നടത്തുമ്പോൾ യഹൂദ മനസ്സിനെയും മതത്തെയും ത്രസിപ്പിക്കുകയാണ്, റോമാ ഗവൺമെൻറ് അധികാരത്തെ ഉലയ്ക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് നമ്മുടെ കർത്താവ്. ഇപ്പോൾ എല്ലാവരും ഒരുപോലെ തന്നെ പേടിച്ചിരിക്കുന്ന വേളയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ വരിഞ്ഞ് മുറുക്കിയ ശീലയുടെ ബന്ധമറുത്ത് അടച്ചു വെച്ച ശിലാ കവാട ബന്ധം ഭേദിച്ച് റോമാ ഗവൺമെൻറ് അധികാരമുദ്ര 7 തകർത്ത് കടലിൽ എണ്ണയും കയ്യിലായുധവുമായി കരുത്തോടെ നിന്ന കാവൽപ്പടയാളെ കണിശമായി തോൽപ്പിച്ച് നസറായനായ യേശു ക്രിസ്തു മരണത്തിൻ്റെ മാറാലഗിരി, മരിച്ചവരെന്ന മഹത്വത്തിൻ്റെ മകുടം ചൂടി. പ്രിയ സ്നേഹിതരെ, നാം അറിയുന്നത് പോലെ മഹാത്മാ ഗാന്ധി വെച്ച ആ ശവകുടീരമുണ്ടല്ലോ, ചാമ്പൽ, ആ ചാരം മാത്രം രാജഘട്ടിൽ അടഞ്ഞ അലറി ഒതുങ്ങി കിടക്കുമ്പോൾ, ശ്രീബുദ്ധൻ്റെ ശവകുടീരം ഗയയിൽ അടഞ്ഞു കിടക്കുമ്പോൾ, മുഹമ്മദിൻ്റെ ശവകുടീരം മദീനത്ത് അടഞ്ഞു കിടക്കുമ്പോൾ, നാരായണ ഗുരുദേവൻ്റെ ശവകുടീരം ഇവിടെ അടഞ്ഞു കിടക്കുമ്പോൾ, ലോകതലത്തിൽ മണ്ണിൻ്റെ മലർന്ന മാർഗത്തിൽ തുറന്നു കിടന്നുകൊണ്ട് നസറായനായ യേശു ക്രിസ്തുവിനെ വെച്ച കല്ലറ, ലോകത്തോട് മൗന പ്രസംഗം, അവനെ വെച്ച ഇടം വന്നു കാണീൻ, അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആയിരങ്ങൾ മരിച്ച മണ്ണിൽ മരിച്ചവരുന്ന മഹത്വത്തിന് മകുടം ചൂടി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ മഹാപുരുഷനായ കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുക മാത്രമല്ല പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിയുന്നവനാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിയുന്നവനാണ്. ക്രൂശിൽ മരിച്ച് പാപത്തിൻ്റെ പരിഹാരം വരുത്തി എന്നേക്കുമായ സ്വർഗത്തിൽ ജീവിക്കുന്ന താമസം വിനാ വരാൻ പോകുന്ന കർത്താവ് പൂർണ്ണമായി രക്ഷിക്കും. എങ്ങനെയാണ് പൂർണ്ണമായി രക്ഷിക്കുന്നത്? ഇന്ന് ഒരുത്തൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ 1 പാപമോചനം, 2 നിത്യജീവൻ, അനന്തതയിൽ ജീവിക്കാനുള്ള ജീവൻ്റെ പേര് അനന്തജീവൻ, അത് കൊടുക്കുന്നു. 3 പരിശുദ്ധാത്മാവിനെ കൊടുത്ത് നിത്യജീവനെ നൽകിയ കർത്താവ് അവനെ വീണ്ടെടുപ്പ് നാളിൽ മുദ്രയിട്ട് ഇവിടെ വിട്ടിരിക്കുന്നു. അതിനുശേഷം പരിശുദ്ധാത്മ പുത്തൻ ജീവിതം അവന് സമ്മാനിക്കുന്നു. അതിനുശേഷം നമ്മുടെ കർത്താവ് പുതിയ പ്രത്യാശ അവൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ എഴുതി വയ്ക്കുന്നു. അങ്ങനെ എല്ലാ ക്രൈസ്തവരും വീണ്ടും വരുന്ന കർത്താവിൽ നോക്കിയാണ് ജീവിക്കുന്നത്. കൃഷ്ണ, രാമ, ബുദ്ധ, കപില, ഗണാദാദികൾ, സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടലാദികൾ ഇവരെല്ലാം വന്നു പോയി, ഒരുത്തനും പറഞ്ഞില്ല ഞാൻ പിന്നെയും വരാമെന്ന്. എല്ലാവരും വന്നു പോയി. യേശു ക്രിസ്തു മാത്രം പറഞ്ഞു ഞാൻ പോകുന്നു, പിന്നെയും വരാം എന്ന് പറഞ്ഞിട്ട് പോയി. ആണ്ടുകൾ 2000. ഇന്ന് കാലത്ത് നടക്കുന്ന എല്ലാ സംഭവ പരമ്പരകളും
കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഘണ്ഠാനാദം മുഴക്കുമ്പോൾ, കാലഘടികാരം അതിൻ്റെ കൊണ ആരവം കൊണ്ട് മുന്നേറുമ്പോൾ, പ്രിയ സ്നേഹിതരെ, യേശുക്രിസ്തുവിന്റെ വരവ് ആസന്നമെന്ന് സകല സംഭവങ്ങളും എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ നടക്കുന്ന, സാംസ്കാരിക മണ്ഡലത്തിൽ നടക്കുന്ന, രാഷ്ട്രീയ മണ്ഡലത്തിൽ നടക്കുന്ന, മതമണ്ഡലത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഒരുപോലെ തന്നെ ഉദ്ഘോഷിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പുനരാഗമനം ആസന്നം. അപ്പോൾ ഒരു കാര്യം യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ വരും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇന്നത്തെ വിശ്വാസിയും മരിക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് ഞങ്ങളും മരിക്കുമല്ലോ. അതുകൊണ്ട് ഇന്ന് കർത്താവ് വന്നില്ലെങ്കിൽ, ഒരു 10 വർഷത്തിന് ഇപ്പുറം യേശു ക്രിസ്തു വന്നില്ലെങ്കിൽ ഞാനും മരിക്കും. ഇവിടെ ഇരിക്കുന്ന മിക്കവാറും വിശ്വാസികളും മരിക്കും. പക്ഷെ ഒരു കാര്യം, മരിച്ചാൽ ഉയർക്കും. യേശുക്രിസ്തു പറഞ്ഞു, മരിച്ചാൽ ഉയർക്കും, ശരീരം മടക്കിത്തരാം. മറ്റൊരുത്തൻ എല്ലാവരും പറയും ശരീരത്തിൽ നിന്നുള്ള മുക്തിയാണ്. മറ്റ് മതങ്ങൾ പറയുന്ന മുക്തി ശരീരത്തിൽ നിന്നുള്ള മുക്തിയാണ്. യേശുക്രിസ്തു നൽകുന്ന മുക്തി ശരീരത്തിൻ്റെയും കൂടെ മുക്തിയാണ്. ആത്മാവിൻ്റെ രക്ഷ, ശരീരത്തിൻ്റെ രക്ഷ. മരണം കൊണ്ട് വേർതിരിക്കപ്പെട്ട ശരീരം, ആത്മാവ് പുനരുദ്ധാനം കൊണ്ട് ഒന്നിച്ചു വരും. ഇത് പുനർജന്മമല്ല. ഇന്നലെ വായിച്ച പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലും ഇതിനു മുമ്പേ വായിച്ചുള്ള പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാണ്, പുനർജന്മവും പുനരുദ്ധാനവും ഒന്നല്ല. പുനരുദ്ധാനത്തിലൂടെ കർത്താവായ യേശുക്രിസ്തു വാസ്തവത്തിൽ മർത്യശരീരങ്ങളെ ഉയർപ്പിക്കും. അങ്ങനെ ഉയർപ്പിക്കുമ്പോൾ നാം എല്ലാവരും ഡോക്ടർ രാധാകൃഷ്ണൻ ഒരു ഈസ്റ്റർ സന്ദേശത്തിൽ പറഞ്ഞതുപോലെ ഓരോ ക്രിസ്തുക്കളായി മാറും. ഓരോ ക്രിസ്ത്യാനി ഓരോ ക്രിസ്തുക്കളായി മാറും. എങ്ങനെ ചോദിച്ചാൽ, യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടും അദ്ദേഹം വികലാംഗൻ തന്നെയാണ്. കാരണം വിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞാൽ കണ്ണില്ലാത്ത, കാതില്ലാത്ത, കൈയില്ലാത്ത എത്രയോ ആളുകൾ ഈ ലോകത്തിലുണ്ട്. അവരെല്ലാം പുനരുദ്ധാനം ചെയ്ത് അഥവാ രൂപാന്തരപ്പെട്ട് വരുമ്പോൾ അംഗപൂർണന്മാർ, സർവ്വ അംഗപൂർണന്മാർ. എന്നാൽ സ്വർഗത്തിൽ ചെന്നാൽ ശേഷിക്കുന്ന ഒരു വികലാംഗനുണ്ട്. ആ വികലാംഗൻ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. എന്നാൽ പുനരുദ്ധാനം ചെയ്തിട്ടും അവിടുത്തെ മുറിവുകൾ മാഞ്ഞു പോയില്ല. അതാണ് തോമസിന് കാണിച്ചു കൊടുത്തത്, വിശദീകരിക്കുന്നില്ല. അങ്ങനെ കർത്താവായ യേശുക്രിസ്തു കാൽവരിയിലേക്ക് ക്രൂശിൽ മരിച്ച് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്തി സ്വർഗ മഹിമാസനത്തിന്റെ വലതുഭാഗത്ത് എല്ലാ നാമത്തിനും മേലായ നാമം ധരിച്ച് വിശദീകരിച്ചാൽ ഒരു 15 മിനിറ്റ് ഒറ്റ വാചകം മതി എനിക്ക്. ഒരേ ഒരു വാചകം കൊണ്ട് എങ്കിൽ 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 എന്ന് പറഞ്ഞ 15 എങ്കിൽ കൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു എന്ന് പറയുവാനുള്ള എല്ലാ ആശയങ്ങളും കൃഷ്ണൻകുട്ടിയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ആ കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണമായി രക്ഷിക്കുമ്പോൾ ശരീരം മടക്കിത്തരും, പ്രത്യാശ പൂവണിയും. നാം മരണമില്ലാത്തവരായി തേജോമയനായ ദൈവത്തിൻ്റെ തേജോമയനായ പുത്രൻ യേശു ക്രിസ്തുവിന് തുല്യം തേജോമയന്മാരായി തീർന്ന് അവന് സദൃശം മരണമില്ലാത്തവരായി, അക്ഷയരായി, അമൃതവാഹികളായി, അമൃതന്മാരായി മാറും. മനുഷ്യവർഗത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാകും. ഇന്ത്യൻ മണ്ണിലെ ആചാര്യവര്യന്മാർ പ്രാർത്ഥിച്ചു, അസതോ മാം സത്യമയ. യേശുക്രിസ്തു മറുപടി പറഞ്ഞു, ഞാൻ തന്നെ സത്യം, എന്നെ അനുഗമിക്കുന്ന സകല സത്യത്തിലും ആനയിക്കപ്പെടും. ഇന്ത്യൻ മണ്ണിലെ യോഗീശ്വരന്മാർ പ്രാർത്ഥിച്ചു, തമസോ മാം ജ്യോതിർഗമയ. യേശുക്രിസ്തു ഉത്തരം പറഞ്ഞു, ഞാൻ ലോകത്തിന് വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവർ ഇരുൾ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവരും. 2000 ആണ്ടുകൊണ്ട് ഈ കാലകതിരവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കമനീയമായ കതിരുകൾ കാലത്തിൽ എവിടെയെല്ലാം കടന്നു ചെന്നോ അവിടെയെല്ലാം ഇരുളിൻ്റെ അലകൾ അറ്റുമാർത്തി മനുഷ്യവർഗത്തെ അഭൂതപൂർവമായ അനശ്വരമായ വെളിച്ചത്തിലേക്ക് ആനയിച്ചുകൊണ്ട് അതിശക്തമായിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ വിശാല ഭൂമിയിലേക്ക് ആനയിച്ചു കൊണ്ടിരിക്കുന്ന തേജോമയനായ കർത്താവ് ആ കിരണാവലികൾ കൊണ്ട് തിളങ്ങി നിൽക്കുമ്പോൾ നാം അവനോട് സദൃശന്മാരായി തീരും. മാത്രമല്ല, 3ാമത്തെ പ്രാർത്ഥനയുടെ വാക്യം ഇതാണ്, മൃത്യോ മാം അമൃതംഗമയ. കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് അംഗീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മൃതിയെ ജയിച്ച് അമൃതിനെ ലഭിക്കുന്നു. അമൃതം എന്ന് പറഞ്ഞാൽ മരണമില്ലാത്തത്. പാലാഴി എന്നൊരു കടലില്ല, അത് കടന്നു കിട്ടിയ സാധനമല്ല സുധ. നേരെ മറിച്ച് മൃതം മരിക്കുന്നത്, അമൃതം മരണമില്ലാത്തത്. യേശുക്രിസ്തുവൻ ഞാൻ തന്നെ ജീവനും പുനരുത്ഥാനവും. എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നേക്കും ജീവിച്ചിരിക്കും. ആ അമൃതം നൽകുന്നവനാണ്. അങ്ങനെ അമൃതവാഹികളായി, അമൃതം അനുഭവിക്കുന്നവരായി, എന്നേക്കും അമൃതാനുഭവികളായി ദൈവത്തോട് തുല്യം വാഴും. അങ്ങനെ മരിച്ചാലും ജീവിച്ച് രൂപാന്തരപ്പെട്ട് ക്രിസ്തു സദൃശം അനന്തത വാഴും മനുഷ്യൻ. അനുഗ്രഹീതനായി ദൈവത്തോടുകൂടെ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യേശുക്രിസ്തു ഒന്നുകിൽ ലോകം കണ്ട ഭ്രാന്തനും അവിശ്വാസി വഞ്ചകനുമാണ്, ഇല്ലെങ്കിൽ ദൈവം തന്നെ. രണ്ടിനും മധ്യ ഒത്തുതീർപ്പ് തിരുവട്ടാർ കൃഷ്ണൻകുട്ടിക്കില്ല. 2 പത്രോസ് എന്ന് പറയുന്ന ശിഷ്യൻ പറഞ്ഞു, മണ്ണിന് മുകളിൽ മാനത്തിന് കീഴിൽ മനുഷ്യവർഗം രക്ഷിക്കപ്പെടുവാൻ മഷിയുടെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. ആശയം പത്രോസിൻ്റെ വാചകം കൃഷ്ണൻകുട്ടിയുടെ. അതുകൊണ്ട് മനുഷ്യവർഗം രക്ഷിക്കപ്പെടുവാൻ മറ്റൊരു നാമവുമില്ല. അതുകൊണ്ടാണ് ഈ ക്രിസ്തുവിനെ ഞാൻ പ്രസംഗിക്കുന്നത്. ഇന്നലെ സഹോദരൻ ജോർജ് ഓശി പറഞ്ഞു, ഞാൻ അണ്ണനെന്നാണ് എന്നെ വിളിക്കുന്നത്. ഒരു വാദം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സാക്ഷ്യവാക്യം പറയണം. ഞാൻ കുറേ കാലം വളരെയേറെ ഞാൻ ഹിന്ദു എന്ന് പറയുന്നില്ല. കാരണം
അവർണവർഗം ആര് ഹിന്ദുക്കളല്ല, ഞാൻ അവർണവർഗത്തിൽപ്പെട്ട യാദവ വർഗത്തിൽപ്പെട്ട ഒരുത്തനാണ്. അപ്പോൾ ഇന്ത്യയിലെ 6 കോടി യാദവന്മാർ ഒരിക്കലും ഹിന്ദുക്കളല്ലെന്നാണ് എൻ്റെ പക്ഷം. അംബേദ്കറും അത് പറഞ്ഞിട്ടുണ്ട്, ദളിതുകൾ ആരും ഹിന്ദുക്കളല്ലെന്ന്. അതുകൊണ്ട് ഞാനും അതുകൊണ്ട് ഹിന്ദു എന്ന് വാദിക്കുന്നില്ല. കൃഷ്ണനെ ആരാധിച്ചതുകൊണ്ട് ഹിന്ദു ആകുകയില്ല. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചൊന്ന് അംഗീകരിക്കുകയോ പ്രസംഗിക്കുകയോ ഒന്നും എൻ്റെ ജാതകത്തിൽ പോലും ഇല്ലായിരുന്നു. പിന്നെ ഒരു വാക്യം അതിനകത്ത് കിടപ്പുണ്ടായിരുന്ന ജ്യോതിഷത്തിൽ പറഞ്ഞത് 25 വയസ്സ് കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തോ പരിണാമം ഉണ്ടാകും. കാരണം 12 വ്യാഴം, അതുകൊണ്ട് കുടുംബം നശിക്കണം. അതുമാത്രമല്ല, പിന്നെ ഈ സന്തതിക്ക് വരാൻ പോകുന്ന കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, മാറ്റം. അത്രയും പറഞ്ഞു. അതൊഴിച്ച് വേറെ യാതൊന്നിൻ്റെ ജാതകത്തിലില്ല. അതെന്താണെന്ന് പറഞ്ഞ് പിന്നെ അച്ഛനും അമ്മയും കൂടെ പറഞ്ഞു, ഇവൻ ജനിച്ചപ്പോഴേ 12 വ്യാഴം. ആ ജനിച്ചതിൻ്റെ അന്ന് തന്നെ ഞങ്ങളുടെ 10-20 പശുക്കളെ കെട്ടാവുന്ന തൊഴുത്ത് ഒന്നിച്ച് എല്ലാം ഓടി വെച്ചതാണ്, എല്ലാം താഴെ പോയി. അപ്പോൾ പറഞ്ഞ് 12 വ്യാഴത്തിൻ്റെ ശാപം തന്നെയാണിത്. അപ്പോൾ ജനിച്ചതിൻ്റെ ശാപം ഏറ്റുവാങ്ങിയാണ് ഞാൻ ഇവിടെ പറഞ്ഞു വീഴുന്നത്. പിന്നെ കുറേ പഠിച്ച് രാമായണ ഭാഗവത പുരാണാദികൾ, പിന്നെ ഭാഗ്യവശാൽ എല്ലാം പരിഭാഷ കിട്ടിയതുകൊണ്ട് എല്ലാം കിട്ടാവുന്ന മതങ്ങളൊക്കെ വായിച്ചു, തത്വചിന്തകളൊക്കെ വായിച്ചു. അതുകൊണ്ട് കുറേ കഴിഞ്ഞ് വേദാന്തം പഠിച്ച്, പിന്നെ കുറേ കഴിഞ്ഞ് കാറൽ മാർക്സ് പഠിച്ച് കമ്മ്യൂണിസത്തിൻ്റെ വക്താവായി. അങ്ങനെ പ്രാണായാമം മുതൽ ഇവിടെ അറിയപ്പെടുന്ന പുണ്യതീർത്ഥങ്ങളെല്ലാം കുളിച്ച് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ കാറൽ മാർക്സിൻ്റെ ശിഷ്യനായി മാറി. എങ്ങനെ ചോദിക്കും? ഞാൻ മാത്രമല്ല, ജ്യോതി വാസു, ജ്യോതിർ ഐ വാസു, കല്യാണ ജ്യോതിരം, അച്യുതമേനോൻ, MS ഇവരെല്ലാം ആദ്യം പഠിച്ച് വേദാന്തം, പിന്നെ പോയി മാക്സിയൻ പാളയത്തിൽ ഞാനും തഥൈവ. അങ്ങനെ ഞാനും കുറേ കാലം മാക്സിൻ്റെ അനുയായിയായി. അന്ന് ഞാൻ മാക്സിസത്തിന് വേണ്ടി എഴുതി വെച്ചൊരു മുദ്രാവാക്യമുണ്ട്, ചേർന്നുകൊണ്ട് എൻ്റെ കൈകൾ നീട്ടിപ്പിടിച്ച്, കൊച്ചു കൈകൾ കുത്തിയിറക്കി പേന, ഊറി വന്നു ചോര, നോക്കി ചുവന്ന ചോര, ചൂടുള്ള ചോര, ചൂടുള്ള ചോര എഴുതി. ജീവിച്ചാൽ മാക്സിന് വേണ്ടി, പ്രവർത്തിച്ചാൽ മാക്സിസത്തിന് വേണ്ടി, മരിച്ചാൽ മാക്സിന് വേണ്ടി. 3 വർഷം കൂടെ കഴിഞ്ഞു. ഒരു ക്രിസ്ത്യാനിയുമായിട്ട് ആശയപരമായി ഏറ്റുമുട്ടി. ഞാൻ പറഞ്ഞു, കച്ചവടക്കാരായ ഇംഗ്ലീഷുകാർ കപ്പലിൽ കയറ്റി ഇറക്കുമതി ചെയ്ത യേശു ക്രിസ്തുവിനെ കപ്പലിൽ കയറ്റി തിരിച്ചയക്കും. മാത്രമല്ല, അന്ന് ക്രിസ്തു ശത്രുക്കൾ ഇവിടെ വന്നിട്ടില്ല. ആ സമയത്താണ് ഞാൻ പറഞ്ഞത്, ഈ ക്രിസ്തുവിനെ കപ്പൽ കയറ്റും. ഞാൻ പറഞ്ഞു, ഈ ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട, ആകവനെ കടൽ കടത്തും, കപ്പൽ കയറ്റുമെന്ന്. പക്ഷേ ഞാൻ സ്വപ്നം വിശ്വസിക്കുകയില്ല, ദർശനം അന്നും ഇന്നും വിശ്വസിക്കുകയില്ല. അതുകൊണ്ട് പ്രിയ സ്വപ്നമൊന്നും കണ്ടിട്ടില്ല ഞാൻ. പക്ഷേ എൻ്റെ ഒരു അശരീരിയ മനസ്സിൻ്റെ മന്ത്രണമെന്ന് പറയാം. അവിടെ നിന്ന് കേട്ട ശബ്ദം, നിന്നേക്കാൾ വമ്പന്മാർ, കൊമ്പന്മാർ, തമ്പുരാന്മാരെല്ലാം കൊമ്പരച്ച് പരാജയപ്പെട്ട വേദിയാണ് ഇവിടെ. അതുകൊണ്ട് നസറായനായ യേശുവിനോട് ആളറിയാതെ ഏറ്റുമുട്ടാൻ പോയി. അങ്ങനെ ഏറ്റുമുട്ടാൻ പോയി. ഒരു 3 വർഷത്തെ നിരന്തരമായ സംഘടനം അതനുഭവിച്ചിട്ട് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ ഇതിനെക്കുറിച്ച് പര്യവേക്ഷണം നടത്തി മതിയാക്കിയിട്ട് ക്രിസ്തുവിനോട് അടിയറ പറഞ്ഞു. തച്ചനെന്ന് അതുവരെ വിചാരിച്ചു. പിന്നെ മനസ്സിലായി, ഇവൻ തച്ചനല്ല, പ്രപഞ്ചമെന്ന മഹാസൗധം പടിന്തച്ഛനാണ്. അതുവരെ ഞാൻ മറിയത്തിൻ്റെ മകൻ, മശിയുടെ വേശിയുടെ മകനാണ്. പക്ഷേ അവൻ മഹാദൈവമാണെന്ന് എനിക്ക് മനസ്സിലായി. കുറേ കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അവനെ കടൽ കടത്തി പറഞ്ഞേക്കുമെന്ന്. അല്ല, യേശുക്രിസ്തു പറഞ്ഞു, നീ പറയണം, യേശുക്രിസ്തുവിനെ നിനക്ക് വേണമെന്ന് മറ്റുള്ളവരോട്, ഇന്ത്യയോട് പറയണം. അതുകൊണ്ടാണ് ഞാൻ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. ഞാൻ പേര് മാറിയിട്ടില്ല, മതം മാറിയിട്ടില്ല. ഒരു ക്രിസ്ത്യാനിയുടെയും പള്ളിയുടെ രജിസ്റ്ററിൽ തിരുവട്ടാർ കൃഷ്ണൻകുട്ടിയുടെ പേരില്ല. ഞാൻ ഇവിടുത്തെ യാതൊരു സംഘടനയുടെയും ശമ്പളം ഒപ്പിട്ട് വാങ്ങുന്നില്ല. പ്രിയ സ്നേഹിതരെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, യേശുക്രിസ്തു ഇന്ത്യക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഈ ക്രിസ്തുവിനോട് ഞാൻ പരാജയം സമ്മതിച്ചു. അതുകൊണ്ട് പ്രാണായാമം, യോഗാഭ്യാസവും ആദ്യം ഇതൊക്കെ പഠിച്ച്, കമ്മ്യൂണിസം പഠിച്ച്, ഒടുവിലായി എല്ലായിടത്തും തോറ്റ് നസറായനെ യേശുവിനോട് ഒരു സമരത്തിനിറങ്ങി. പരാജയപ്പെട്ടപ്പോൾ ഒരിക്കൽ കൂടെ എൻ്റെ കൊച്ചു കൈകൾ നീട്ടിപ്പിടിച്ചു, കുത്തിയിറക്കി പേന, ഊറി വന്നു ചോര, നോക്കി ചുവന്ന ചോര, ചൂടുള്ള ചോര, ചുരുക്കുള്ള ചോര. 25-ാമത്തെ വയസ്സിൻ്റെ നല്ല സമയം. പക്ഷെ എഴുതി വെച്ചു, ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. 1957 ഒടുക്കത്തെ നാളിൽ എൻ്റെ അധരങ്ങൾ നടന്നു വീണ ആ മുദ്രാവാക്യം അന്നും ഇന്നും എനിക്ക് ശക്തി നൽകുന്നതാണ്. അതുകൊണ്ടാണ് എൻ്റെ തലയ്ക്കും ഹിറ്റ് ലിസ്റ്റിലും ഒക്കെ പെട്ടിട്ടും ഒരു ഭയവും കൂടാതെ നിർഭയം ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, മനുഷ്യവർഗത്തിൻ്റെ ആധ്യാത്മിക രക്ഷയ്ക്കുള്ള മനുഷ്യൻ്റെ അത്യുത്ഥാനം മുഴുവൻ പരാജയപ്പെട്ട് അവനീതലത്തിൽ അടിഞ്ഞുപോയപ്പോൾ അഖിലലോക ജനകോടികളുടെ അന്തരാത്മാവിൽ ആരംഭിച്ച് ആനന്ദതയുടെ ചെവിത്തടത്തിൽ മുഴങ്ങിയെത്തിയ അതിദയനീയമായ രക്ഷ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുവാൻ അനന്തത വെടിഞ്ഞ് അവനിൽ ആഗമിച്ച് അഖിലലോക ജനകോടികളുടെയും അതിശക്തമായ പാപം അതിപാവനമായ ശരീരം ആവഹിച്ച് അവനിക്കും ആകാശത്തിനും മധ്യേ ആദ്യ ദാരുണാം വിധം അന്ത്യശ്വാസം വലിച്ച് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് കാൽവരിയിലെ ക്രൂശിൽ അനുഗ്രഹീതമായി അന്ത്യയാഗമായി പരിണമിച്ച് അവനിൽ അടക്കപ്പെട്ട് അതിശക്തമായ റോമയുടെ
ആയുധമേന്തിയ പടയണിയെ അമ്പയെ പരാജയപ്പെടുത്തി ആക്കം കൊണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് തന്നെ ആണിയടിച്ച് നടത്തിയ ലോകത്തിൽ പിന്നെയും 40 നാളുകൾ ആണിപ്പഴുതുള്ള കാലുകൾ നീട്ടിവെച്ച് നടന്ന് തന്നെ അനുഗമിച്ച വത്സല ശിഷ്യന്മാരെ ആണിത്തഴമ്പുള്ള കൈകൾ ഉയർത്തി അനുഗ്രഹിച്ചിട്ട് അനന്തതയിലേക്ക് ചെന്ന് അഗ്രാസനത്തിൽ അമർന്നിരുന്നുകൊണ്ട് അടുക്കൽ അഭയം ചൊല്ലി വരുന്ന ആർക്ക് വേണ്ടി മുടങ്ങാതെ മാധ്യസ്ഥമണയ്ക്കുന്ന അനധിവിദൂര ഭാവിയിൽ അവനെ അടക്കി വാഴുവാൻ അനന്തരവും ആഗമിക്കുവാൻ പോകുന്ന ഈ കർത്താവായ യേശുക്രിസ്തുവിനെ അകത്തലത്ത് അംഗീകരിച്ച് അവനെ ഈ ജീവിതം ധന്യമാക്കി അനന്തതയുടെ പങ്കാളികളായി തീരുവാൻ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമ്മുടെ പള്ളിയുടെ മധുഭാഗമായിരിക്കുന്ന ക്രിസ്തുവിനെ അവിടുന്ന് ഇറക്കണം. ആ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ കൊണ്ടുവന്ന് പുറപ്പിക്കണം. അങ്ങനെ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ ജനിക്കട്ടെ. പ്രിയ ബത്ലഹേമിൽ പുൽത്തൊട്ടി ജനിച്ച മറിയത്തിൻ്റെ മകൻ വിശ്വാസത്താൽ നിങ്ങളുടെ മനത്തോട്ടിൽ ജനിക്കട്ടെ. കാൽവരിയിൽ ക്രൂശിൽ മരിച്ച ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങൾ ഉയർക്കട്ടെ. ആ കർത്താവിൻ്റെ പ്രഖ്യാപനം നമുക്ക് ഏറ്റുപറയാം. ഈ രാത്രിയിൽ പന്തലിൻ്റെ കീഴിലിരിക്കുന്ന സകല ക്രൈസ്തവരോടും അല്ലാത്തവരോടും ഞാൻ ചോദിക്കുന്നു, ഇതുവരെ ഞാൻ വിശദീകരിച്ചത് യേശു ക്രിസ്തു ഏകരക്ഷിതെന്ന് സമർത്ഥിക്കാനുള്ള കുറേ ന്യായങ്ങളാണ്. വിശദീകരിക്കാതെയാണ് പറഞ്ഞത്, ശരിയാണ്. യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു രക്ഷിതാവില്ല എന്ന് ഞാൻ തറപ്പിച്ച് തന്നെ പറയുന്നു. ഈ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് രക്ഷിതാവെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ധൈര്യമുള്ളവരെല്ലാം നിങ്ങളുടെ വലം കൈ ഒന്ന് ഉയർത്തി കാണിക്കുക. യേശു ക്രിസ്തു മാത്രം രക്ഷിതാവാണ്. ക്രൈസ്തവ സാക്ഷ്യം ഈ പന്തലിന് കീഴിൽ നാം പ്രഖ്യാപിക്കുകയാണ്. യേശു ക്രിസ്തു മാത്രം രക്ഷിതാവ് നാം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അതിന് തയ്യാറുള്ളവർ ഇന്ന് വരെയും കർത്താവിനെ സ്വീകരിക്കാതെ ഇന്ന് രാത്രി മുതൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ സന്മനസ്സുള്ളവരെല്ലാം നിങ്ങളുടെ വലത്ത് ഉയർത്തി കാണിക്കുക. കർത്താവെ, ഞാൻ ഇന്ന് മുതൽ നിനക്കായി എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു എന്ന് തീരുമാനിക്കുവാൻ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇതുവരെ നിങ്ങളെങ്ങനെ ജീവിച്ചോ ചോദിക്കേണ്ട. ഇന്നലെയും തീരുമാനിച്ചിരിക്കാം. എന്നാൽ ഇന്ന് മുതൽ കർത്താവെ, നീ മാത്രം രക്ഷിതാവ്, അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നിന്നെ ഞാൻ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു. വേറെ രക്ഷാമാർഗമില്ലാത്തതിനാൽ ഞങ്ങൾക്ക് വേണ്ടി ദേഹമെന്ന തിരശ്ശീല ക്രൂശിച്ചീന്തി ഒരുക്കിയ ആ ഏക രക്ഷാമാർഗം അങ്ങാകയാൽ അങ്ങേ ഞാൻ എൻ്റെ രക്ഷിതാവും കർത്താവുമായി ഇന്ന് മുതൽ സ്വീകരിച്ച് അങ്ങേക്ക് വേണ്ടി ഞാൻ ജീവിതം സമർപ്പിക്കുന്നു എന്ന് ഒരു സമർപ്പണം ചെയ്യുന്നവരെല്ലാം നിങ്ങളുടെ കൈ നോക്കി കാണിക്കുക.